സോ എല്ലാവർക്കും നമ്മുടെ ഇ ബയോട്ടോറിയത്തിൻ്റെ ഈ ഒരു ടെസ്റ്റിമോണിയൽ സെഷൻ, അതായത് നമ്മുടെ ഇ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ എല്ലാ ദിവസവും ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു ടെസ്റ്റിമോണിയൽ, മലയാളം ടെസ്റ്റിമോണിയൽ എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്ന് പ്രത്യേകിച്ച് നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു സെഷനിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇപ്പം നിങ്ങളുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും അറിയുന്നവരൊക്കെ അല്ലേ, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് കിട്ടിയതിൻ്റെ മാത്രം പേരിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ റിസൾട്ട് പറയുന്ന ദിവസമാണ്. സോ നിങ്ങളിന്ന് എന്തായാലും ഈ ഒരു സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം, കയറി കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. സോ എന്തായാലും നിങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് കേൾക്കാൻ കിട്ടുന്നതാണ്. ഇനി ഞാൻ എന്നെ ഒന്ന് നിങ്ങൾക്ക് സ്വയം പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ലീന സുജിത്. ഞാൻ ആക്ച്വലി കേരളത്തിൽ തലശ്ശേരി ആണ് എൻ്റെ സ്വദേശം. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ ഫാമിലി ഇവിടെ ജംഷഡ്പൂർ, അതായത് ജാർഖണ്ഡ് സ്റ്റേറ്റിലെ ജംഷഡ്പൂർ സിറ്റിയിൽ ഞങ്ങൾ റിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 16 വർഷമായിട്ട്. സോ അവിടെ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സൂം മീറ്റിങ്ങിൽ MC അവതരിപ്പിക്കാൻ വന്നിരിക്കുന്നത്. സോ എന്നെ കൊണ്ട് പറയാമെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് റിസൾട്ടുണ്ട്. സോ ഞാൻ എൻ്റെ റിസൾട്ട് ഇടയ്ക്ക് വന്ന് പറയാം. പക്ഷെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ആളുകളുടെ നമുക്ക് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി പുതിയ ആളുകൾ ഉണ്ടാവും അല്ലേ. പ്രൊഡക്റ്റ് ഇപ്പം നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മളുടെ ഇ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന്, അതായത് ദിനം പ്രതി ലക്ഷങ്ങൾ ഇങ്ങനെ കൂടി വരുന്നൊരു അവസ്ഥയാണിപ്പം നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ. നമുക്ക് കേരളം മാത്രം പറയാൻ പറ്റില്ല, ഓൾ ഓവർ ഇന്ത്യ പ്രൊഡക്റ്റ് ഇങ്ങനെ തുരുതുരാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടപ്പം പോലെ ആളുകൾ ഇങ്ങോട്ട് ചോദിച്ച് വരുന്ന ആ ഒരു കണ്ടീഷൻ വരെ വന്നിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു റിസ്റ്റ് ബാൻഡ് അല്ലേ, ഇതിപ്പം ഒരു കാലം എന്നൊക്കെ ആരുടെ കയ്യിൽ ഈ റിസ്റ്റ് ബാൻഡ് കാണുന്ന ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഇങ്ങോട്ട് ചോദിച്ച് വരികയാണ്. എനിക്കൊക്കെ കുറേ ആളുകൾ ഇങ്ങോട്ട് ചോദിച്ച് വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സോ അതുകൊണ്ട് എന്നും റിസൾട്ട് ഉള്ള ആളുകളും നമ്മളുടെ കേരളത്തിലും ഇന്ത്യ ഒട്ടുക്കും ഉണ്ടാവും. അപ്പം നമ്മളുടെ ഈ ടീമിലും അങ്ങനെ വന്നിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും അല്ലേ. സോ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. അപ്പം നിങ്ങൾ ഓരോരുത്തരും എക്സ്പീരിയൻസ് ഷെയറിംഗ് പറയാൻ വരുമ്പോൾ നിങ്ങളുടെ പേര്, നാട് അതൊന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എത്ര ദിവസം കൊണ്ട് ഉപയോഗിച്ചു, എന്തൊക്കെ റിസൾട്ട് കിട്ടി എന്നുള്ളതും, പിന്നെ നിങ്ങളുടെ വീട്ടുകാരും എല്ലാവരും ഉപയോഗിക്കുമല്ലോ. ഒരാൾക്ക് റിസൾട്ട് കിട്ടിയാൽ നമുക്കറിയാം ഈ പ്രൊഡക്റ്റ് നമ്മൾ ഫാമിലിക്ക് സ്നേഹമുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ വാങ്ങിക്കൊടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഞാൻ ഉപയോഗിക്കുന്നതോടുകൂടി എൻ്റെ ഫാമിലി മൊത്തം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആവട്ടെ, എൻ്റെ സ്വന്തം ഫാമിലി ആവട്ടെ, എല്ലാവർക്കും ഞാൻ ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്ത് എല്ലാവരും ഉപയോഗിച്ചും കൊണ്ട് എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. കാരണം ആദ്യം നമ്മുടെ ഫാമിലിയെ സുരക്ഷിതമാക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കുക അല്ലേ. പിന്നല്ലേ നമ്മൾ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും പറയുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ അനുഭവമുള്ള കാര്യമായിരിക്കുമല്ലോ. സോ നമുക്ക് അങ്ങനെ ഓരോരുത്തരുടെയും നല്ല എക്സ്പീരിയൻസ് നമുക്കിന്ന് കേൾക്കാം. അപ്പം ഞാൻ ആരാണ് ആദ്യം വരുന്നത്, ആരായാലും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വന്ന് സംസാരിച്ചോളൂ, സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ. പിന്നെ നമ്മൾ അധികം നീട്ടി വലിക്കണ്ട, ഒരു 5 മിനിറ്റ് മാക്സിമം നമുക്ക് 5 മിനിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, ആർക്കായാലും കടന്നു വരാം. അപ്പോൾ ആദ്യം തന്നെ ആരാണ് വരുന്നത് അത് നമുക്ക് നോക്കാം. ഓക്കെ, ചലോ. പറയാനുള്ളവരാരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താണ് കുറച്ചും കൂടി എനിക്ക് നോക്കാനും ഈസി ആവും. അതർവൈസ് കയറി വന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ ഹാൻഡ് റൈസ് ചെയ്യാൻ ബട്ടണൊന്നും കാണുന്നില്ലെങ്കിൽ കയറി അങ്ങ് പറഞ്ഞോളൂ. ഓക്കെ. ഹലോ മാഡം. ഓക്കെ മാഡം, പറഞ്ഞോളൂ. ഉഷ മാഡം പറഞ്ഞോളൂ. മാഡം, എൻ്റെ പേര് ഉഷ. ഞാൻ ഒറ്റപ്പാലത്താണ് എൻ്റെ വീട്. എനിക്ക് ഈ പ്രോഡക്റ്റ് തന്നത് ഫാദർ സാറാണ്. ഞാൻ അനുഭവിച്ചിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ 3 മാസമായി. എനിക്ക് രണ്ട് കാലിന്റെ മുട്ടിന് വേദനയായിരുന്നു, ഷോൾഡർ വേദന, പിന്നെ ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഉള്ള ആളാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ശരീരത്തിനൊരു സുഖം തോന്നി. അതിനുശേഷമായിട്ട് എൻ്റെ മുട്ടിലെ വേദന മുഴുവൻ പോയി. എനിക്കിപ്പോൾ കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കുന്നു, ഷുഗർ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഷോൾഡർ പെയിൻ വളരെ കുറഞ്ഞിരിക്കുന്നു. ഞാനിപ്പം ഒന്നുമില്ല, എൻ്റെ ഈ റിസ്റ്റ് ബാൻഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പഴനി, മധുര, രാമേശ്വരം ഒക്കെ പഴനിമലയെല്ലാം ശരിക്കും കയറി.
എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എനിക്ക് ഇന്ന് റിസ്റ്റ് ബാൻഡും ബാക്കി ഞാൻ കിടക്കയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, വെള്ളം ശരിക്കും കുടിക്കുന്നുണ്ട്. എന്റെ അസുഖങ്ങൾക്കെല്ലാം ഒത്തിരി ഒത്തിരി മാറ്റം കണ്ടു. വളരെ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നു. ഈ ബയോട്ടോറി എനിക്ക് അത്രയ്ക്ക് പറഞ്ഞ ഒരുപാട് കാര്യം പറയാനുണ്ട്. പക്ഷെ എനിക്ക് ഇന്നെല്ലാം വളരെ ആശ്വാസം തന്നിരിക്കുന്നത് എന്റെ ഈ ബയോട്ടോറിയം തന്നെയാണ്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. വളരെ വളരെ സന്തോഷം. താങ്ക് യു മാഡം. നല്ലൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു. ഒരു 3 മാസം കൊണ്ടുള്ള ഒരു റിസൾട്ട് അല്ലേ, അതൊരു അമേസിങ് റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഇനി 3 മാസം കൊണ്ട് ഇത്ര വന്നെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു ഒരു നിത്യോപയോഗം പോലെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അപ്പം മാഡത്തിന് ഇനി എന്താണ് ബാലൻസ് ഇനി മാറാനുള്ളത്, അതൊക്കെ ഡിസോർഡറൊക്കെ മാറി ശരീരം ഫുൾ ഓർഡറായി വരികയാണ്. ഓക്കെ, ഷുഗറിനുള്ള വ്യത്യാസം അത് നമ്മൾ മെഡിസിൻ കഴിക്കണം. നമ്മൾ ഗ്രാജുവലി നമുക്ക് ലക്കിലി നമ്മളുടെ കുറച്ച് ഡയറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഷുഗർ റിലേറ്റഡ് നമുക്ക് ഒരുപാട് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവില്ല, അതിനൊക്കെ നല്ല ശാശ്വത പരിഹാരം ഉണ്ടാവും. റീഡിങ് പെട്ടെന്ന് കുറഞ്ഞു കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾക്ക് ഒരു വ്യത്യാസം വന്നത് നിങ്ങൾക്ക് അത് ശരിക്കും അനുഭവപ്പെടും. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് കറക്റ്റായി ഉപയോഗിക്കുക, അവർ മടി കാണിക്കാതെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഈ വെള്ളമൊക്കെ നമ്മൾ റെഗുലറായി നമ്മളെ കൂടെ കൊണ്ട് നടക്കണം, അതിനൊരു മടി കാണിക്കരുത്. ഇപ്പം നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുകയാണെങ്കിൽ കിച്ചണിൽ എടുത്തു കൊണ്ടുപോവുക, അത് അങ്ങനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് കറക്റ്റ് റിസൾട്ട് വരുന്നതാണ്. താങ്ക് യു മാഡം. അപ്പം നമുക്ക് അടുത്ത ആളുടെ റിസൾട്ട് കേൾക്കാം. എന്റെ പേര് രമണി. ഞാൻ കോട്ടയത്ത് മിനിമാടത്തിന്റെ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. എനിക്ക് ശരീരത്തിന് ഷുഗർ, ഫാറ്റി ലിവർ, കിഡ്നി സ്റ്റോണ്, അസ്ഥിക്ക് തേയ്മാനം, അങ്ങനെ ഒത്തിരി ഒത്തിരി രോഗങ്ങൾ കൊണ്ട് എനിക്കങ്ങനെ ശരിയായി നടക്കാനൊന്നും വയ്യാതെ ഇരുന്ന അവസരത്തില് അവര് പറഞ്ഞത് പോണക്ക് നമ്മുടെ 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലും പിന്നെ എപ്പോഴും ഈ റിസ്റ്റ് വാച്ച് കയ്യേലും കെട്ടി പ്രോഡക്റ്റ് കറക്റ്റ് ഉപയോഗിച്ചു. എനിക്കൊരു 2 ആഴ്ച ആയപ്പോഴത്തേക്ക് എന്റെ ശരീരത്തുണ്ടായിരുന്ന നീരൊക്കെ കുറയാൻ തുടങ്ങി. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഷുഗർ എന്നും എനിക്ക് 200-ന് മുകളിലായിരുന്നു. ഭക്ഷണം കഴിക്കാതെ നോക്കുമ്പോ ഉണ്ടായിരുന്നു. അതെനിക്ക് 112, 95 ആയി. പിന്നെ ഇപ്പൊ ഷുഗറൊക്കെ ഒരു 115, 120-നൊക്കെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ വലിയ പഥ്യമൊന്നും നോക്കുന്നില്ല. ഇപ്പൊ കസ്റ്റമറെയൊക്കെ കാണാൻ പോകുമ്പോ അവര് സ്നേഹത്തോടു കൂടി ജ്യൂസും മധുരം ഒഴിട്ടും എല്ലാം തരും. പക്ഷെ അതൊന്നും വേണ്ടെന്ന് പറയാതെ അതൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ നല്ല പുറത്തുനിന്ന് വിലയുള്ള ഒരു ഗുളികയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന മെറ്റ്ഫോർമിനും ക്ലൈമിപ്രൈഡും കഴിക്കുന്നുണ്ട്. പിന്നെ ഫാറ്റി ലിവർ, കിഡ്നി സ്റ്റോണ്, അസ്ഥിക്ക് തേയ്മാനം ഒക്കെ ഈ 1 വർഷം ആയപ്പോഴത്തേക്ക് എവിടെ പോയെന്ന് അറിയത്തില്ല. പിന്നെ എന്റെ മുടി മുഴുവനും ഷുഗറെല്ലാം കൂടി ഒഴിഞ്ഞ് പോയി കഷണ്ടി പോലെ തിരിഞ്ഞിരുന്നായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മുട്ടയടിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടിയത്. ഇപ്പൊ ഇത് കണ്ട എന്റെ മുടിയെ കഷണ്ടി തിരിഞ്ഞ് എവിടാന്നൊന്നും അറിയത്തില്ല. അത്ര നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ എന്റെ പിള്ളേർക്കൊന്നും വലിയ വിശ്വാസം ഇല്ലായിരുന്നു. മകനൊരു ഡോക്ടറാണ്, മകന്റെ ഭാര്യ ആയുർവേദ ഡോക്ടറാണ്, മകൾ MSc നേഴ്സാണ്. അങ്ങനെ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള പിള്ളേരെല്ലാം ഉണ്ടായിട്ടും ഞാനൊരു ഒത്തിരി രൂപയുടെ 4 ലക്ഷം രൂപയുടെ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് കുറയാതെ ഇരുന്നത് ഈ നമ്മുടെ ഈ 10,000 രൂപയിൽ ഈ കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്ന അതേ രീതിയിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇപ്പൊ എനിക്ക് 64 വയസ്സാകും. ഈ മാസം എനിക്ക് 64 വയസ്സ്, അടുത്ത മാസം 64 വയസ്സും ആകും. എനിക്കൊരു 120 വയസ്സ് വരെ ഇവിടെ ജീവിക്കാനുള്ള ആരോഗ്യത്തിൽ എത്തിച്ച ഈ പ്രോഡക്റ്റ് ഞാൻ വളരെ അഭിമാനത്തോടും പിന്നെ അതുപോലെ തന്നെ എന്റെ വീട്ടില് എന്റെ മക്കൾക്ക് വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നപ്പം എന്റെ മക്കളും ഇപ്പൊ ഇതിനകത്ത് വെച്ച് ഈ കുപ്പിക്കകത്ത് വെച്ച് വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ സ്വന്തം മകളും എന്റെ മരുമകനും ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അവര് പോയപ്പോ അവര് 2 പ്രോഡക്റ്റ് വാങ്ങിച്ചോണ്ട് പോയി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ അവരുടെ മകനും മേടിച്ചോണ്ട് പോകാൻ വേണ്ടി അവർക്കൊക്കെ നല്ല വിശ്വാസമുള്ള ദൈവം തൊട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം നമ്മൾക്ക്. ഇത് ഞാൻ പിന്നെ ഒരു മാസത്തില് 200 രൂപ വെച്ച് എനിക്ക് ഫാറ്റി ലിവർ ഉള്ളത് കൊണ്ട് ഡോക്ടറെ കണ്ടോണ്ടിരുന്നതായിരുന്നു. മകൻ ഡോക്ടറാണേലും അമ്മ ഒരു PG ഉള്ള അതിന് ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടു. അല്ലാതെ കരളിന്റെ 3-ാം സ്റ്റേജ് 4-ാം സ്റ്റേജ് ആയ പിന്നെ മാറ്റി വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞെടുത്തെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഞാൻ കറക്റ്റ് ഉപയോഗിച്ചു. വെള്ളം
എനിക്കൊരു 3 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി, എന്നാലും എനിക്ക് നീരും വേദന എല്ലായിട്ട് ഒരു 4 ലിറ്റർ വെള്ളമൊക്കെ ഞാൻ കഴിച്ച് എന്താന്ന് പറഞ്ഞാൽ ആ വിഷമത്തിൽ നിന്നെല്ലാം പോയി 120 വയസ്സ് വരെ ജീവിക്കാമെന്നുള്ള മനസ്സിനൊരു ധൈര്യമൊക്കെ തന്ന് പിന്നെ ഞാൻ വർക്കിനൊക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ എനിക്ക് കാല് വയ്യാത്ത ആളാ. എനിക്ക് 21 വയസ്സുള്ള പാസ്റ്റി ക്യാൻസർ വന്ന് എന്റെ കാല് മുറിച്ച് മുട്ടിന് മുകളിൽ മുറിച്ച് കളഞ്ഞതാ. എന്നാലും ഇപ്പം കൂടുതൽ വർക്കിലേക്ക് ഇത് ജനങ്ങൾക്ക് എത്തിച്ചാല് അവർക്ക് നമ്മൾക്ക് ഒരു വരുമാനം മേടിച്ചു കൊടുക്കുകയും ആരോഗ്യം മേടിച്ചു കൊടുക്കുകയും പിന്നെ നമ്മുടെ അങ്ങനെ ഒരു മനസ്സിന് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാവുന്ന ഒരു ജോലിയാണ് എന്നെ സംബന്ധിച്ച്. നമുക്ക് സാമൂഹ്യ സേവനം എന്ന നിലയിലും എന്തുമാത്രം പൈസ മുടക്കിയാലേ ഹോസ്പിറ്റലിൽ ചെലവാക്കുന്ന നമ്മുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മുടെ വെയിറ്റ് അനുസരിച്ച് കുടിച്ചാല് ഈ പ്രോഡക്റ്റ് കയ്യിലും ഇരുന്നാല് നമ്മൾ മെത്തേലും കടക്കുന്ന മാത്രം മതി. അതെല്ലാരും മനസ്സിലാക്കണം. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രോഡക്റ്റും കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ രോഗത്തിലേക്കും പോകാതെ ഹോസ്പിറ്റലിലും കടക്കാതെ പോകാമെന്നുള്ള തെളിവാണ് ഞാനൊക്കെ എന്ന് പറയുന്നത്. അലോപ്പതി ഡോക്ടറും ആയുർവേദ ഡോക്ടറും ഒക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എന്നെ ഇത്ര എന്നെ ആരോഗ്യ സംരക്ഷണത്തിലേക്ക് ആക്കിയത്. അതുകൊണ്ട് വേറൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ എന്റെ മനസ്സിൽ സാഗർ ജോഷി സാറിന് 1000 നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു രമണി മാം, താങ്ക് യു. മാമിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. അതായത് ഒരു ഡോക്ടർ ഫാമിലിയിൽ നിന്ന് വന്ന ഒരു അതാണ് അത് തന്നെ ഒരു ചാലഞ്ചാണ്. സാധാരണ നമ്മളൊരു യങ് ജനറേഷനുള്ള ആൾക്കാരാകട്ടെ അവർ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ മാഡത്തിന് ആ ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇപ്പം കണ്ടില്ല, രമണി മാമിൻ്റെ മുഖത്തെ ചിരി കണ്ടാൽ മാത്രം മതി, ആ റിസൾട്ട് പറയണമെന്നില്ല, അത്രയും ഹാപ്പിനെസ് ആ മുഖത്തുണ്ട്. എന്തൊക്കെ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പറയുന്ന കേട്ടില്ലേ, കുറേ വർഷം ജീവിക്കണമെന്ന്. അങ്ങനെ പറയുന്നത് തന്നെ ഒരു വലിയൊരു ഗ്രേറ്റ് സൈനാണ്. മാമിൻ്റെ ആഗ്രഹം പോലെ തന്നെ അത്രയും വർഷം ജീവിക്കാൻ പറ്റട്ടെ, പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. താങ്ക് യു മാം. അപ്പം നമുക്ക് അടുത്ത ആളെ ക്ഷണിക്കാം. അടുത്ത ആൾ വരും. ഓ യെസ് സർ, ഷാജി സർ, വെൽക്കം. എനിക്ക് ധാരാളം റിസൾട്ട്സ് ഉണ്ട്. ഞാനിപ്പോ പുതിയ കുറെ ആൾക്കാർ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിസൾട്ട് പറയാൻ വരുന്നത്. വേറെ നല്ല ഇഷ്ടംപോലെ റിസൾട്ട്സ് എനിക്ക് സ്പോട്ട് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറയാം, റിസൾട്ട് പറയാം, എന്നിട്ട് എന്റെ റിസൾട്ട് ഞാൻ പറയാം. സ്പോട്ട് റിസൾട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യാത്രയിലെ പോകുന്ന സമയത്ത് ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ എന്താ ഞാൻ പട്ടാമ്പിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഭയങ്കര തലവേദനയായിട്ട് ഇങ്ങനെ തല പിടിച്ച് ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പെയിൻ റിലീഫ് ബാൻഡ് എടുത്തിട്ട് ഞാൻ ആ കുട്ടിക്ക് കെട്ടാൻ കൊടുത്തു, നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടർ കൊടുത്തു. ഈ കുട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയിൻ വെച്ചിട്ട് എറണാകുളം വരെ എത്തണം, അല്ലെങ്കിൽ ചിലപ്പോ രാത്രി 8-8 മണിയായിരുന്നു. അപ്പൊ ചിലപ്പോ രാവിലെ പെയിൻ ചിലപ്പോ നിൽക്കുമായിരിക്കും. പക്ഷെ ഈ കുട്ടിക്ക് 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ പെയിൻ റിലീഫ് ബാൻഡ് ഉപയോഗിച്ച് മാഗ്നറ്റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ട് ആ ഹെഡേക്ക് അല്ല മൈഗ്രെയിന്റെ ഹെഡേക്ക് മാറിയത്. അങ്ങനെ എന്റെ മുമ്പിലൊരു ആൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവൻ പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വല്ലാത്ത വിഭീഷണം കാണിച്ച് അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോ എനിക്ക് ശ്വാസം കൊണ്ട് വരാറുണ്ട്, അപ്പൊ എനിക്കിപ്പോ വല്ലാത്ത വിഭീഷണം, എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല അങ്ങളെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഇതേപോലെ തന്നെ ഞാൻ നമ്മുടെ റിസ്റ്റ് ബാൻഡ് എടുത്ത് അത് കൈ കെട്ടി കൊടുത്തു. മാഗ്നറ്റൈസ് വാട്ടർ ഞാൻ കുറെ പ്രാവശ്യം കുടിപ്പിച്ചു. ഇതേപോലെ തന്നെ ഒരു 5 to 10 മിനിറ്റ്സിൽ അവൻ നല്ല രീതിയിലായിട്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചത് അത്രയും സന്തോഷമാണ്. നമ്മുടെ ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 57, എനിക്ക് 50 വയസ്സിനും മേലെയായിട്ട് എനിക്ക് 50 വയസ്സ് തൊട്ടിട്ട് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കൈകാലമായ യൂറിനറി പ്രോബ്ലംസ്, പിന്നെ മസിൽ രാത്രി പിടിക്കും, കയറി ഉറക്കത്തിന് ചാടി ചെയ്തിട്ടായിരിക്കും ഒരു 10-15 മിനിറ്റ്, പിന്നെ അത് ഇങ്ങനെ നന്നായിട്ട് തിരുമ്പിട്ടായിരിക്കും നമുക്കത് റിലീഫ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് നമ്മുടെ ഉറക്കം പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ അത് കൂടാതെ എനിക്ക് ചെറിയ വാദത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്കിപ്പോ മാറിയിട്ടുണ്ട്. നല്ല ഇപ്പൊ മോശമില്ലാത്ത രീതിയിൽ നല്ല മാറിയിട്ടുണ്ട്. പിന്നെ പൂർണ്ണ പ്രോബ്ലംസ് മാത്രമല്ല, എനിക്ക് സെക്ഷൽ പ്രോബ്ലംസ് തുറന്ന് സംസാരിക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ ഈ തുറന്ന് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാർക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ, അത് അവർക്കെല്ലാം ഉപകാരപ്പെടട്ടെ എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് സംസാരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും എനിക്ക് പുതിയതായിട്ടുള്ള ആൾക്കാരോട് പറയുന്നത്, ഈ പ്രോഡക്റ്റ് നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം
ഏറ്റവും ഗോഡ് ബ്ലെസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് നന്നായിട്ട് ഉപയോഗിക്കുക. ഉപയോഗിച്ച് നല്ലൊരു അനുഭവം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആരോഗ്യം സമ്പത്തും ഒരുപോലെ സമർത്ഥമായിട്ട് നേടാൻ പറ്റുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരാണ്. ഞാൻ എല്ലാ ഗ്രേറ്റ് ഡേയ്സിനും എനിക്ക് എന്റെ നന്ദി പറയാണ്. ഈ പാട്ട് നന്ദി. സാഗർ സാറിന് നന്ദി. താങ്ക് യു വളരെ മച്ച്. റസാഖ് സാറിൻ്റെ അതാണ് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇത് കണ്ടില്ല, കാരുണ്യം പോലെയാണ്. അതായത് ഓരോരുത്തരുടെ അടുത്ത് എത്തി എങ്ങനെയെങ്കിലും ഈ പ്രൊഡക്റ്റ് ഒരുപാട് ജനങ്ങളുടെ അസുഖം കണ്ടില്ല, ട്രെയിനിൽ പോകുമ്പോഴും ബുദ്ധിമുട്ടുള്ള ആളെ കണ്ടു, അത് അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെ കൊണ്ട് ഉപയോഗിച്ച് അവർക്ക് ഉടനടി റിസൾട്ട്, ഉടനടി അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റി. അതിനൊക്കെ ഒരു ഗഡ്സ് വേണം അല്ലേ? നമുക്ക് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു ഗഡ്സ് തന്നെ വേണം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ റസാഖ് സാറിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതാണ് ഒരു കാരുണ്യ പ്രവർത്തനം കൂടി. നമ്മുടെ ഈ ഒരു റിസ്റ്റ് ബാൻഡ് നമ്മുടെ കയ്യിൽ എപ്പോഴും കെട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളുടെ പ്രൊട്ടക്ഷനും പ്ലസ് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു വൈദ്യസഹായം എന്ന രീതിയിൽ നമുക്ക് ഈ സംഭവം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ എന്നും നമ്മളുടെ രക്ഷക്കും മറ്റുള്ളവരുടെ രക്ഷക്കും വേണ്ടി ഇത് കയ്യിൽ കെട്ടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു റസാഖ് സാർ. അപ്പം നമുക്ക് അടുത്തതായിട്ട് ആരെങ്കിലും പെട്ടെന്ന് കയറി വരാൻ പറ്റുമെങ്കിൽ വരൂ. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞാനിവിടെ ജാർഖണ്ഡിലാണല്ലോ പിന്നെ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതും എനിക്ക് ഇവിടെയുള്ള ആളുകൾക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് എനിക്ക് അത്രയല്ലേ പറ്റൂ ഇവിടെ നിന്നുകൊണ്ട്. സോ എനിക്കൊരു മലയാളി കൂട്ടുകാരിയുണ്ട്. ഞങ്ങളുടെ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ താമസിക്കുകയാണ്, ഞങ്ങളുടെ ഈ ഒരു സൊസൈറ്റിയിൽ തന്നെ. അവിചാരിതമായി ഞങ്ങൾ എന്താ പറയുക, ഫോർച്യുനേറ്റ്ലി ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പായി. അപ്പോൾ ഞാനിങ്ങനെ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ആൾക്ക് പറഞ്ഞു ഓക്കെ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമായി. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 3-4 മാസമായി, 4-5 മാസം ആവാനായി, അത്രയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അമേസിങ് റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് അവരുടെ പേര് ചന്ദ്രിക നായർ. ഷീസ് ഫ്രം പാലക്കാട് ബട്ട് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ജംഷഡ്പൂർ. ഒരുപാട് കുറേ കാലങ്ങളായിട്ട് ജംഷഡ്പൂരത്ത്, എന്നെക്കാളും കൂടുതൽ കാലമായിട്ട് അവരുടെ ഫാമിലി മൊത്തം ഇവിടെയായിരുന്നു. സോ അവർ യൂസ് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് റിസൾട്ടുകളുണ്ട് എന്നും നമ്മുടെ ടീമിൽ പറയാറുണ്ട്. പക്ഷേ ഇതുവരെ നമ്മളുടെ ഈ ഒരു സൂം മീറ്റിങ്ങിൽ വന്നിട്ട് റിസൾട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നൊരു അവസരം ഞാൻ കൊടുക്കുകയാണ്. അപ്പം മാഡം തന്നെ പറഞ്ഞു ഞാൻ റിസൾട്ട് പറയാൻ വരാമെന്ന്. അപ്പം ഞാൻ അവരെ സ്നേഹപൂർവ്വം റിസൾട്ട് ഷെയറിങ്ങിനായിട്ട് വിളിക്കുകയാണ്. ചന്ദ്രിക മാഡം, ഹാർട്ടി വെൽക്കം. ഹലോ എവ്രിവൺ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. കേൾക്കണ്ടോ ലീന? Oh yes, you are audible. You can continue. Okay. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ മലയാളം അത്ര പെർഫെക്റ്റ് അല്ല, പക്ഷെ എല്ലാവർക്കും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. എന്റെ പേര് ചന്ദ്രിക നായർ. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇവിടെ തന്നെയാണ്, ജംഷഡ്പൂർ, ജാർഖണ്ഡില്. ലീന പറഞ്ഞ പോലെ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന, സ്കൂളിംഗ് എഡ്യൂക്കേഷൻ എല്ലാം ഇവിടെ തന്നെ. പക്ഷെ എന്റെ റൂട്ട്സ് വന്നിട്ട് നാട്ടിലെ പാലക്കാടാണ്. ഞാൻ എല്ലാ വർഷവും പാലക്കാട് പോകും. ഇതെപ്പോഴും 5th ഞങ്ങൾ പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഒരു മലയാളിയായിട്ട് ലീന ഞങ്ങൾ പരിചയപ്പെട്ടു, നല്ല ഫ്രണ്ട്സ് ആയി. എന്നിട്ട് ലീന എന്റെ അടുത്ത് ഒരു ദിവസം വന്ന് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞ ലീന എനിക്ക് അത്ര കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ബിക്കോസ് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു ഈ മാഗ്നറ്റിക് പ്രോഡക്ട്സ് ആർ വെരി ഗുഡ് ഫോർ ദ ബോഡി. ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ആർ ഗുഡ്. അത് ഞാൻ എന്റെ ബ്രദറിനെ യൂസ് ചെയ്യണത് നോക്കിയിട്ടുണ്ട് US-ല്. അപ്പോ ബോഡിക്ക് വേണ്ടി വളരെ നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണെന്ന് എനിക്ക് അറിയായിരുന്നു. ബട്ട് സ്റ്റിൽ എല്ലാവരും പറയണ പോലെ ഞാനും ലീനയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഹെൽത്തിയാണ്, എനിക്ക് അസുഖമൊന്നും ഇല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ബട്ട് ഞാൻ ഒരു സെറ്റ് വാങ്ങാ എന്റെ ഹസ്ബൻഡിന് വേണ്ടി. ഹസ്ബൻഡിന് വന്ന് തൈറോയിഡ് ആയിരുന്നു. തൈറോയിഡ് ഹസ്ബൻഡ് അന്ന് കുറച്ചു ദിവസം മുമ്പേ ടെസ്റ്റ് ചെയ്തത് തൈറോയിഡ് വന്നിട്ട് 17.7, 1.5 ആണ്, എത്ര പറയാ 150 ആണ് മെഡിസിൻ കഴിച്ചിരുന്നത്. ബോഡിയൊക്കെ ഒരുപാട് വെയിറ്റ് വന്ന് ഒരുപാട് ഹെവി ആയി കൂടി വരുമായിരുന്നു. അപ്പൊ 1 സെറ്റ് ഹസ്ബൻഡിന് വേണ്ടി വാങ്ങി. ഹസ്ബൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങി അറൌണ്ട് 2 months കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോഴേ ഈ കുറെ ഡിഫറൻസ് ഒക്കെ തോന്നി. ഇത്തിരി എനർജി ലെവൽ, അല്ലെങ്കിൽ തൈറോയിഡിൽ ഇത്തിരി എനർജി ലോ ആവും എല്ലാവർക്കും, അത് യൂഷ്വൽ ആണ്. എനർജി ലെവൽ ഹൈ ആയി, ഇത്തിരി ഹെൽത്തി ആയി തോന്നിയിട്ട് ഞങ്ങൾ ഇത്തിരി ബ്ലഡ് ടെസ്റ്റ് പിന്നെ ചെയ്തപ്പോ 17.7 ആയിരുന്നു തൈറോയിഡ്. സെക്കൻഡ് ടൈം ടെസ്റ്റ് ചെയ്തപ്പോ അത് വന്നിട്ട് 9 ആയി. അപ്പൊ ഒരുപാട് കുറഞ്ഞു. ആൻഡ് മെഡിസിൻ ജസ്റ്റ് ഹാഫ് ആയി, 75 വന്നു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എനിക്കും കുറെ ഷോക്കായി. ഞാൻ പറഞ്ഞു ഇത് നല്ല റിസൾട്ട്, വിത്തിൻ 2 months ഇത്ര നല്ല റിസൾട്ട് ആണെങ്കിൽ
ഞാനും യൂസ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ഹെൽത്തി ആയി ജീവിക്കാലോ ഫർദർ. അത് വിചാരിച്ചിട്ട് ഞാന് ഇനി ഒരു സെറ്റ് എനിക്ക് വേണ്ടിയിട്ടും വാങ്ങി. ബട്ട് ഹസ്ബൻഡ് യൂസ് ചെയ്യണ അപ്പോഴേ ഞാന് ഈ റിസ്റ്റ് ബാൻഡ് ആൻഡ് വാട്ടർ എനർജി പാഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ടും ഞാൻ അന്നേ മുതൽക്ക് യൂസ് ചെയ്യുന്നു. ബെഡ് ഞാൻ പിന്നെ ഒരു സെറ്റ് വാങ്ങി. എനിക്ക് എന്താ പ്രോബ്ലം വെച്ചാൽ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, ബട്ട് എന്റെ ബോഡി വെയിറ്റ് എപ്പോഴും ഹെവി സൈഡ് ആണ്. ഞാൻ ബൾക്കിയാണ്, ഒബീസ് ആണ്. അതിന് എനിക്ക് തീരെ ഒരു വിഷമമുണ്ട്. എപ്പോഴും ഉണ്ടാവുമല്ലോ പെണ്ണുങ്ങൾക്ക് എപ്പോഴും നല്ല സ്ലിം ആൻഡ് ട്രിം ആയിട്ട് ഇരിക്കണം എന്നുണ്ട്, ബട്ട് ഞാൻ എപ്പോഴും ഒന്ന് ഹെവി സൈഡാണ്. അപ്പൊ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ഇത് എന്തിനാ എന്റെ വെയിറ്റ് ഇങ്ങനെ കൂടി കൂടി വരുന്ന, വൈ എനിക്ക് കുറയ്ക്കണം, എന്റെ ഡയറ്റ് അധികം ഇല്ല. ഐ ആം എ വെരി ആക്റ്റീവ് പേഴ്സൺ. ഞാൻ നന്നായി ആക്റ്റീവ്ലി എന്റെ 3rd ഫ്ലോറിലാണ് എന്റെ വീട്, ലിഫ്റ്റ് ഇല്ല, സ്റ്റെപ്സ് ആണ് കയറി പോണത്. പിന്നെ വളരെ ആക്റ്റീവ് ആയിട്ടാണ് ലൈഫ് ജീവിക്കുന്നത്, യോഗ ഉണ്ട്, വാക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, ബട്ട് വെയിറ്റ് കുറയണില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു യു ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നിന്റെ ബോഡിയില് വാട്ടർ റിറ്റൻഷൻ ആണ്, ഫാറ്റ് അല്ല. ഇറ്റ്സ് നോട്ട് ഫാറ്റ്, വെള്ളം നിറയാണ്. എന്താന്ന് പറയാ, ബ്ലോട്ടിങ്. ബോഡിയിൽ വെള്ളം നിറയാണ്, വാട്ടർ റിറ്റൻഷൻ. അപ്പൊ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് അഥവാ ഞാൻ മരുന്ന് തരുവാണെങ്കിൽ, മെഡിസിൻ തരുവാണെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് യുവർ കിഡ്നി. കിഡ്നിന്റെ വർക്ക് കൂടും, ലോഡ് കൂടും, അപ്പൊ കിഡ്നി എഫക്ട് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മെഡിസിൻ വേണ്ട, ഞാൻ ഇങ്ങനെ നാച്ചുറലി ചെയ്യാൻ അങ്ങനെ ജീവിച്ചു വരിക. ആ വെയിറ്റും കൊണ്ട് ഐ വാസ് 92 kgs. അങ്ങനെ വെയിറ്റ് കൊണ്ട് നടന്നു. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് ഐ വാസ് റിയലി ഷോക്ക്. വിതിൻ 15-20 days ഗ്രാജുവലി എന്റെ വെയിറ്റ് കുറയാൻ 1 kg, 2 kg, 3 kg. ഞാൻ എവറി ഡേ വെയിറ്റ് എടുക്കും. അപ്പൊ 0.5, 1 kg, 0.5 അങ്ങനെ കുറഞ്ഞു വരിക. ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. ഒരു ദിവസത്തിലോ 1 kg ആരുടെങ്കിലും കുറയോ? എത്ര വർക്കൗട്ട് ചെയ്താലും കുറയില്ലല്ലോ. ഇതെങ്ങനെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന? പിന്നെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു. ഞങ്ങൾ കുറെ ബൈ റോഡ് ട്രാവൽ ചെയ്യും, കാറിൽ തന്നെ എല്ലാവിടെയും പോകുമ്പോ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോ എന്റെ കാലൊക്കെ നീര് വരും, ചെരുപ്പ് കൊള്ളില്ല, അങ്ങനെ ബോൾ പോലെയാവും കാല്. ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിലും അതെ, കാറിൽ ചെയ്യുകയാണെങ്കിലും അതെ. പക്ഷെ ഇപ്പൊ റീസെന്റ് ഞാൻ നോക്കി, ഞങ്ങളിപ്പോ റീസെന്റ് ട്രാവൽസ് ഒക്കെ ചെയ്തു, അറൌണ്ട് 6 hours 7 hours ട്രാവൽ ചെയ്തപ്പോ എന്റെ കാലിന് നീരേ വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ബോഡിയില് വാട്ടർ റിട്ടൻഷൻ നിന്നു. അതാണ് അതിന്റെ അർത്ഥം. ആൻഡ് യു വോണ്ട് ബിലീവ്, ഞാനിത് ഡിസംബർ തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് സ്റ്റാർട്ടിങ് ഐ ഹാവ് ലോസ്റ്റ് 12 kgs വിത്തിൻ 4 months. ദാറ്റ് ഈസ് ഓൾ. എന്റെ ബോഡിയിലത്തെ വെള്ളമൊക്കെ എടുത്തു. അങ്ങനെ 2 അത്ഭുതമായ റിസൾട്ട്സ് എന്റെ വീട്ടിലുണ്ട്. എന്റെ ഹസ്ബൻഡും അതെ, എന്റെയും അതെ. ഇപ്പൊ എനിക്ക് എന്താണ്, ആരോടും പോയിട്ട് പറയേണ്ട ആവശ്യമില്ല, നീ ഇത് എടുത്തോ, ഇത് നല്ലതാണ്. അവരുടെ ഇങ്ങോട്ട് ചോദിച്ചു വരികയാണ്. ലീനയ്ക്ക് അറിയാം അത് നന്നായിട്ട്. നീ ഇങ്ങനെ ನನ್ನ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ ഇത്ര സ്ലിം ആയിട്ട്. ഇപ്പൊ എങ്ങനെ ഇത് സ്ലിം ആയി? എല്ലാവരും വന്ന് ഇങ്ങോട്ട് ചോദിക്കണ. ഇനി ലീനയ്ക്ക് പണി കൂടി. എല്ലാ ദിവസവും 1-2 പേരെ ഞങ്ങൾ പോയി കാണുന്നുണ്ട്. പ്രോഡക്ട്സ് നന്നായി പ്രൊമോട്ട് ആവുന്നുണ്ട്, ബിസിനസ് ബൂം ആവുന്നുണ്ട്. അതുകൊണ്ട് ഈ പോളിസി നല്ലതാണ്. യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് ലെറ്റ് ദ പബ്ലിക് സേ, യു ഡോണ്ട് സേ എനിത്തിങ്. അല്ലേ? സോ താങ്ക് യു ലീന, താങ്ക് യു സോ മച്ച് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ആൻഡ് എനിക്ക് ഒരു ചാൻസ് തന്നതിന് ഇത് സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ എക്സ്പീരിയൻസസ്. താങ്ക് യു സോ മച്ച് ആൻഡ് യു ആർ എ ഗ്രേറ്റ് അപ്ലൈൻ. ഐ ലവ് യു. ബൈ. താങ്ക് യു എവ്രിവൺ. താങ്ക് യു ചന്ദ്രിക മാം. താങ്ക് യു ആൻഡ് ഐ ലവ് യു ടു. കേട്ടല്ലോ മാമിന് എന്താ പറയുക, മാമിൻ്റെ ആകെ ഒരു വലിയൊരു ബിഗ് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ബോഡി എന്താ പറയുക വാട്ടർ റിട്ടൻഷനാണ്. അത് സോൾവ് ചെയ്യാൻ, അത് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റാത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് സോൾവ് ചെയ്ത് പിന്നെ ഹാപ്പിനെസ്സിന് പിന്നെ ബൗണ്ടറി ഉണ്ടാവില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ റീസെൻ്റ്ലിയാണ് ചന്ദ്രിക മാഡത്തിനെ പരിചയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ അവരൊക്കെ പഴയ ആൾക്കാർ അറിയുന്നവരുണ്ടാവുമല്ലോ. സോ ഈ ഒരു ട്രമൻഡസ് എന്താ പറയുക, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ചന്ദ്രികയിൽ കണ്ടതിന് ശേഷം ഇവിടെയുള്ള ആളുകൾ, ഞാനിപ്പോൾ ഈ ഒരു ഇത് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുത്തിട്ട് 2 വർഷമായി. എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തവരെയൊക്കെ അവരൊക്കെ ഇങ്ങോട്ട് ചന്ദ്രിക മാഡത്തിൻ്റെ കയ്യിൽ ഈ ഒരു സാധനം കണ്ടിട്ട്, ഈ ഒരു ഡിഫറൻസും കണ്ടിട്ട് ആളോട് ഇങ്ങോട്ട് ഓർഡർ വരികയാണ്.
ഞാൻ പറഞ്ഞ് ഫെയിലായവരൊക്കെ ഇങ്ങോട്ട് വരികയാണ്. ഇത് ലീനയുടെ പ്രോഡക്റ്റ് അല്ലേ, ലീനയെടുത്ത് വാങ്ങിയ. അപ്പോൾ ഇത്ര വലിയ വ്യത്യാസം, ഇതിന് ബോഡി വെയ്റ്റും കുറയോ, ഇത് നമുക്കറിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ഇവിടെ റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ വി ആർ സോ ഹാപ്പി. സോ ചന്ദ്രിക മാഡം ഓൾസോ സോ ആക്റ്റീവ് വിത്ത് മീ. സോ താങ്ക് യു ചന്ദ്രിക മാം. അപ്പം നമുക്കൊരു ജാർഖണ്ഡ് മുഴുവൻ പിടിച്ചടക്കിയെടുക്കാമെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ജാർഖണ്ഡിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും ആരോഗ്യവാന്മാരാക്കണം എന്നുള്ളൊരു മിഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് ചന്ദ്രിക മാഡവും ഞാനും. താങ്ക് യു സോ മച്ച് ചന്ദ്രിക മാഡം. സോ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ പല പല റിസൾട്ടുകൾ കടന്നു വരും. റിസൾട്ടിന് വേണ്ടി അടുത്ത ആൾ പറയും, ഇതുപോലെ നല്ല രസകരമായ റിസൾട്ട് കൊണ്ടുവരും. താങ്ക് യു. ഹലോ മാഡം. പറയൂ 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 പറയൂ. വെൽക്കം വെൽക്കം. എന്റെ പേര് ചന്ദ്രശേഖരൻ. ഞാൻ തൃശ്ശൂര് ജില്ലക്കാരനാണ്. ഞാൻ ഈ ബയോട്ടോറിയം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 6 മാസം 7 മാസങ്ങളായി. 7 മാസത്തിനുള്ള എനിക്ക് വളരെയധികം രോഗങ്ങളുണ്ടായിരുന്നു. എനിക്ക് ശ്വാസമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അമ്മ ഹോസ്പിറ്റലിൽ ഐസിയിലൊക്കെ വളരെയധികം കടന്നിട്ട് ബുദ്ധിമുട്ടാകും. അതേമാതിരി എനിക്ക് ശ്വാസമുട്ടുണ്ട്. അതേമാതിരി എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഒട്ടനവധി രോഗങ്ങളുണ്ട്. ന്യൂറോ കംപ്ലൈന്റ് വളരെയധികം സമാധാനങ്ങൾ ലഭിച്ചു തുടങ്ങി. എന്റെ ശ്വാസമുട്ട് വളരെയധികം കുറഞ്ഞു. എനിക്കപ്പോ ഈ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ശ്വാസമുട്ട്, കൊളസ്ട്രോൾ, ഷുഗർ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വളരെയധികം ഹോസ്പിറ്റലിൽ നിന്ന് വളരെയധികം കടന്നതാണ്. ഐസിയിലൊക്കെ കംപ്ലീറ്റ് കടന്നു വരുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോ കുറെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 8 മാസമായി തുടങ്ങി. അതിനാണ് എനിക്ക് ശ്വാസമുട്ട് വളരെയധികം കംപ്ലീറ്റ് തന്നെ മാറി കിട്ടി. പിന്നെ എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ മീഡിയം ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ കാലിലൊക്കെ നല്ല നീരുണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് നല്ല ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88 കിലോ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് 76 കിലോ ഇവിടേക്ക് എത്തി തുടങ്ങി. ഞാൻ 76 75 അടുത്തേക്ക് എത്തി. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. എനിക്കിപ്പോ വയസ്സ് 78 കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും വളരെയധികം ഉഷാറില് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. കയറ്റങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്. എന്റെ കാലിന്റെ മുട്ടിന്റെ വേദനകളൊക്കെ കംപ്ലീറ്റ് മാറി വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ട് മാഡം. ഇതെനിക്ക് ഈ പ്രൊഡക്റ്റ് എനിക്ക് തന്നത് ബക്കച്ചാറിന്റെ കെയറോറിലാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് തന്നത്. അദ്ദേഹത്തിന് എന്റെ വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നു ഞാൻ. മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ ഉടമ ഡോക്ടർ ഷാജി സാർ അവർക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല. അദ്ദേഹത്തിന് എന്റെ 100 അഭിനന്ദനങ്ങളും എന്റെ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ നിർത്തിക്കൊള്ളട്ടെ. താങ്ക് യു മാഡം. താങ്ക് യു ചന്ദ്രശേഖർ സാർ. സാറിൻ്റെ വാല്യുബിൾ റിസൾട്ട് അതാ പറയുന്നത്. നമ്മൾ ഏജ് ആകുമ്പോൾ എല്ലാവരും നമ്മൾ വീട്ടിൽ ഫാമിലിയൊക്കെ നമ്മൾ പറയും, നിങ്ങൾക്കൊക്കെ ഇതിപ്പം രമണി മാഡത്തിനോടെല്ലാം പറഞ്ഞ പോലെ ഏജ് ആയില്ലേ, ഇനിയിപ്പോൾ ഈ വേദനകളും ഈ അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് ജീവിക്കാനേ ഉള്ളൂ, ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ച് മാറുന്നില്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ചോ അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ മൂലക്കിടുന്ന ഏജിലാണ് ഈ സാറിപ്പം ഇത്ര ആക്റ്റീവായി ഹാപ്പി ആയിട്ട് അല്ലേ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ്സിനൊരു ബൗണ്ടറി ഇല്ല. നമുക്ക് ഈ ഒരു ഏജിലും സൊല്യൂഷനുള്ള ഒരു എന്താ പറയുക, ഇത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള അതിശയിപ്പിക്കുന്ന ഒരു തെറാപ്പിയാണ് അല്ലേ നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പി. സോ സാർ ഹാപ്പിയായി ജീവിക്കുന്നത് അറിഞ്ഞത് വളരെ സന്തോഷം. പോരാത്തതിന് സാർ ഫാമിലിക്കും എല്ലാവരുടെ സൗഖ്യത്തിനു വേണ്ടി പ്രൊഡക്റ്റ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രശേഖർ സാർ. താങ്ക് യു സോ മച്ച്. അതുപോലെ ആവണം നമ്മളാ. ഓക്കെ, ഏജ് ഒന്നും നോക്കണ്ട, നമ്മളിപ്പോൾ ഒന്നും നോക്കല്ല. നമുക്ക് പറയാന്ന് വെച്ചാൽ 2 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. നമുക്കൊന്നും നോക്കാനില്ല, ധൈര്യമായി പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം. കറക്റ്റ് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഇവിടെ നിർദ്ദേശമുള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. അതെല്ലാം വാങ്ങിക്കൊണ്ട് വെച്ച് നമ്മുടെ മനോജ് സാർ പറയും റിസ്റ്റ് ബാൻഡ് പട്ടി കൊണ്ടുപോയി, വാട്ടർ ജീപ്പായിട്ട് കുട്ടി കൊണ്ടുപോയി, അങ്ങനെ വരരുത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്യാരണ്ടി ഇല്ല റിസൾട്ടിന്. പിന്നെ പ്രൊഡക്റ്റിനെ പറ്റി നെഗറ്റീവ് അറിയാന്ന് വെച്ചാൽ നമുക്ക് അവരോടൊന്നും പറയാനില്ല. ഓക്കെ, സോ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവർ കയറി വന്ന് നല്ല അന്തസ്സായിട്ട് റിസൾട്ട് പറയും. ഓക്കെ, വരും അടുത്ത ആള്. ഹലോ മാഡം. പറയൂ ശുഭ. ഓക്കെ, സുഭാഷിണി മാം വെൽക്കം. സുഭാഷിണി മാം വെൽക്കം. ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്, കേൾക്കാം. എനിക്ക് തൈറോയ്ഡ് 23 വർഷം കൊണ്ട് ഞാൻ തൈറോയ്ഡ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെയാണ് എനിക്ക് മോളി ഈ പ്രൊഡക്റ്റ് വാങ്ങി തരുന്നത്. ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വേറെ കുറെ അസുഖങ്ങളുണ്ടായിരുന്നു. മുട്ടുവേദന ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക്
ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒത്തിരി മാറ്റം വന്നു. ഇപ്പോൾ ഒട്ടുമില്ല. അതിന്റെ ഗുളിക നിർത്തിയിട്ട് 3 മാസമായി. തൈറോയ്ഡ് വിശേഷം മാറി എനിക്ക്. ഒട്ടുമില്ല. മുട്ടിന്റെ സർജറി പറഞ്ഞിരുന്നായിരുന്നു. അത് വേദന ഇപ്പൊ ഇല്ലാതെ വന്നപ്പോ കൊണ്ടു നോക്കിയപ്പോൾ അതിനും കുഴപ്പമില്ല. നടുവേദന മാറി. അങ്ങനെ ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു. എല്ലാ അസുഖങ്ങളും മാറി. ഞങ്ങളുടെ ഫാമിലി കുടുംബം മൊത്തം നല്ല പൂർണ്ണ സന്തോഷത്തിലാണ്. ഓക്കെ മാഡം. താങ്ക് യു സുഭാഷിനി മാഡം. അതാണ് അല്ലേ, നമ്മുടെ തൈറോയിഡിനൊക്കെയുള്ള റിസൾട്ട് കേട്ടല്ലോ. നമ്മൾ ഇന്ന് തന്നെ തൈറോയിഡിൻ്റെ റിസൾട്ട് എത്ര കേട്ടു അല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നല്ലേ, തൈറോയിഡ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഷുഗർ വരാനുള്ളൊരു ഒരു 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 വഴിയാണ്. തൈറോയിഡുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഷുഗർ ക്രമേണ വരുന്നുണ്ട്. സോ തൈറോയിഡുള്ള ആളുകൾ നമ്മൾ ഒരിക്കലും അതിനെ പിന്നെ ഇത് ചെയ്യരുത്, എന്താ പറയുക, മുഖവിലക്ക് എന്താ പറയുക, അതിനെ ഇതായിട്ട് കാണരുത്. അത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ ഒരു വെള്ളം കുടിയും നമ്മുടെ റിസ്റ്റ് ബാൻഡും കൊണ്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സജസ്റ്റ് ചെയ്യണം. തൈറോയ്ഡ് വലിയ പ്രശ്നക്കാരനാണ്. അത് നമ്മുടെ ശരീരത്തിന് എന്താ പറയുക, ഒരു വല്ലാത്ത രീതിയിൽ ചില ആളുകൾ അനിയന്ത്രിതമായി മെലിഞ്ഞു പോവും, ചില ആൾക്കാർ ഭയങ്കര എന്താ പറയുക ഹെവി തടിക്കും. അങ്ങനെ 2 പ്രശ്നങ്ങളുണ്ട്. സോ നമ്മൾ തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. തൈറോയ്ഡ് നല്ല റിസൾട്ടാണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്. സോ സുഭാഷിനി മാഡം നല്ലൊരു റിസൾട്ട് ഷെയറിംഗ് ആയിരുന്നു മാഡം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത ആളെ നമുക്ക് നോക്കാം. അടുത്ത ആൾ വരും. നമുക്ക് ആനിമലിൻ്റെ റിസൾട്ടും പറയാം, പ്ലാന്റിന് റിസൾട്ട് കിട്ടിയവർക്ക് പറയാം. നമുക്കിവിടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും ഉണ്ട്. അതുകൊണ്ട് കിട്ടിയ റിസൾട്ട് ഒരു പ്രാവശ്യം എനിക്ക് ഞാൻ ഓർക്കുന്നു, ഒരു കൃഷിയിൽ വന്ന ഒരു പിന്നെ അരിയുടെ പിന്നെ വിളവെടുപ്പിനെ പറ്റി പറഞ്ഞു ഒരു മാഡത്തിൻ്റെ പേര് ഞാൻ മറന്നു. അങ്ങനെ ആർക്കും എന്തും ഇവിടെ വന്ന് പറയാം. നമ്മുടെ ബി ബാറ്ററി ആയിട്ട് ഉള്ള എല്ലാ പ്രൊഡക്റ്റും നമുക്ക് പറയാം. വന്ന് പറയും. മാഡം നമസ്കാരം. പറഞ്ഞോളൂ. കേൾക്കാം. കേൾക്കാം. സുനു SUNU. പറഞ്ഞോ സാറിന്റെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞോളൂ. എന്റെ പേര് സ്കറിയ തോമസ്. ഞാനൊരു പാസ്റ്ററാണ്. സ്ഥലം കാലടി. ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് 2024 നവംബർ മാസം 30-നാണ്. എനിക്ക് ഒരു വലിയ അസുഖം ഉണ്ടായിരുന്നു. കിലോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. കിലോയിഡ് അനേർക്കത് അറിയില്ല. അപ്പോ ആ അസുഖം എന്നെ ബാധിച്ചിട്ട് ഒത്തിരി ആയുർവേദവും അലോപ്പതിയും ഒക്കെ ചെയ്തു. ആ അസുഖത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് വല്ലാത്ത ചൊറിച്ചിലും ഈ ചങ്കില് കത്തിക്ക് കുത്തി ഇറക്കുന്നത് പോലുള്ള വേദനയും. ഒരു 3 വർഷത്തോളം ഈ വേദന ഇടയ്ക്കിടയ്ക്കുള്ള വരുന്നത്, തുടർമാനമായി വേദന വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എന്റെ ജീവൻ ശരിക്കും പറഞ്ഞാൽ പകുതി പോയി. എനിക്ക് വലിയ ക്ഷീണമായിരുന്നു. ഞാന് സഭായോഗത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കഴിയുമ്പോൾ വന്ന് കിടക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. അത്രയ്ക്കും ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്നൊന്നും പോകാറില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് ഒത്തിരി പ്രാർത്ഥിച്ചു. മരുന്നുകൾ കഴിച്ചു. ശേഷം സുഖം ഉണ്ടായില്ല. അങ്ങനെ നവംബർ 2020 നവംബർ 29-ന് രാവിലെ ഞാൻ കുളിച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എത്ര മരുന്ന് കഴിച്ചു, എത്ര പ്രാർത്ഥിച്ചു, എനിക്കൊരു കുറവുമില്ലല്ലോ, ഒരു ഒറ്റമൂലി ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതാ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അത്ഭുതകരം എന്ന് പറയട്ടെ. അത് കഴിഞ്ഞ് അന്ന് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് സജീഷ് ഫ്രാൻസിസ് വിളിച്ചിട്ട് പറഞ്ഞു, പാസ് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ഉണ്ട്. എവിടെ പോകാനാ? എന്നാൽ ഞങ്ങൾ നാളെ വരുന്നുണ്ട്. ഞങ്ങൾ 30-ാം തീയതി ഇവര് ടീമായിട്ട് 3 പേരും വീട്ടിലേക്ക് വന്നു. എന്റെ ഭാര്യയ്ക്ക് 1.5 വർഷമായിട്ട് കൈ പൊക്കാനോ പുറകേക്ക് തിരിക്കാനോ കഴിയാത്ത വിധം വേദനയായിരുന്നു. അപ്പൊ ഈ സയൻസ് ആയതുകൊണ്ട് നല്ല കേൾക്കാൻ രസമുണ്ട്. ഞാൻ കേട്ടുകൊണ്ടിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ഇതൊരു തട്ടിപ്പാന്നൊക്കെ ചെറുതായിട്ട് തോന്നിയെങ്കിലും എന്റെ സുഹൃത്തായതുകൊണ്ട് മകനുമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. എന്റെ ഭാര്യയുടെ കൈക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൂട്ടത്തിൽ വന്ന ഒരു ജോമി മാഡം ഈ വാട്ടർ പാട് തൽക്കാലം കയ്യിൽ കെട്ടിക്കൊടുത്തു. 1/2 മണിക്കൂർ കൂടെ അവര് സംസാരിച്ചു. എന്നിട്ട് അഴിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എന്റെ ഭാര്യ നല്ല ഈസി ആയിട്ട് കൈ പൊക്കി പുറകോട്ടും തിരിച്ചു. ഒരു വേദനയില്ല. ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി,
തലേ ദിവസം ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു ഒറ്റമൂലിക്ക് വേണ്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് ഒറ്റമൂലി. ഞാൻ എൻ്റെ ഈ റിസൾട്ട് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ടീമിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ചിലർ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് റിസൾട്ട് പറയുന്നവരുടെ റിസൾട്ട് കേട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഏതായിരുന്നാലും ഞാനൊരു പ്രീമിയം പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. 3 ദിവസം എനിക്ക് ഡീപ്പായിട്ടുള്ള ഉറക്കം കിട്ടി. എൻ്റെ കിലോയിന്റെ വേദന എപ്പോഴാണ് മാറിയെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല സുഖം കിട്ടി. ഈ റിസൾട്ട് പറയുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും വീണ്ടും ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തന്നെ കിട്ടുകയാണ്. നമ്മളിത് ഇത്രയും റിസൾട്ട് കിട്ടിയിട്ട് പറയാതിരിക്കുന്നുവെങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യമാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. ഇത് എല്ലാ വ്യക്തികൾക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം എന്നുള്ളൊരു താല്പര്യം കൂടി ഉണ്ടായിട്ട് ഞാനൊരു മിനി പിക്കപ്പ് സെന്റർ എടുത്ത് ഈ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഉടനെ തന്നെ ഇതൊരു ചാരിറ്റി വർക്ക് പോലെ ബിസിനസ് ആണ്. അപ്പൊ തന്നെ അതിലും ഉപരിയായിട്ട് ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് എൻ്റെ മൈൻഡ് അനേകർക്ക് ആരോഗ്യവും സമ്പത്തും ഒക്കെ ലഭിക്കണം, അനേകരെ കണ്ണീരൊപ്പാൻ ഇതിലൂടെ കഴിയും. ഇതും ഒരു സുവിശേഷ വേലയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആരോഗ്യവും സമ്പത്തും ദൈവദത്തമായി നമുക്ക് കിട്ടുന്നതാണ്. ആരോഗ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കമ്പനി തന്നെ പറയുന്നു ഇത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ്. ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നു ഇത് എനിക്ക് ഒറ്റമൂലിയായ ഒരു പ്രൊഡക്റ്റ്, ദൈവത്തിന്റെ ഒറ്റമൂലിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അങ്ങനെ സമ്പത്തും ആരോഗ്യവും സന്തോഷവും ഒക്കെ നൽകുന്നതിന് കാരണമായ ഈ നല്ല പ്രൊഡക്റ്റ് അത് ഈ കമ്പനിയോട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ പാസ്റ്റർ സാറിനെ പോലെ, ഞാൻ പാസ്റ്റർ സാറിനെ തന്നെ വിളിക്കാം, പാസ്റ്റർ സാറിനെ പോലെ ഇങ്ങനെ ജനങ്ങൾക്ക് കാരുണ്യം പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെയുള്ള നമ്മുടെ ഇടയിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരാൻ തന്നെ ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ദൈവം, നമ്മൾ ദൈവത്തിനെ ശരിക്കും ഇപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ദൈവം ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വാസം വരുന്നത്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നമുക്ക് തോന്നിപ്പിക്കുന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തോന്നിപ്പിക്കുന്നത് ദൈവമാണ്. ദൈവത്തിനൊരു തോന്നൽ വരികയാണ് ഇവരുടെ ലൈഫിൽ ഇനി പ്രോബ്ലം വരാൻ പാടില്ല, ഇവർക്ക് ലൈഫിൽ ഒരു മാറ്റം കൊടുക്കണം എന്ന് ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നത്. അതും ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എത്തുന്ന കൈകൾ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ദൈവികതയുള്ള കൈകളിലാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് എത്തുന്നത്. കാരണം അവരിലൂടെ ദൈവത്തിനറിയാം ഇവർക്ക് പറ്റും, ഒരുപാട് ആളുകൾക്ക് ഇവർക്ക് ഈ ഒരു കാരുണ്യം എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള കറക്റ്റ് കൈകളിലേക്കാണ് ദൈവം ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ഈ നമ്മുടെ ഈ ഒരു പാസ്റ്റർ സാർ പറയുന്നതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം സാർ എത്ര ആളുകൾക്ക് വേണ്ടിയിട്ട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതാണ്, അതുപോലെ സാറിൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പം പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ കളിയാക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചാൽ മതി അവർക്ക് ദൈവം എത്തിയിട്ടില്ല, അവർക്ക് ചൈതന്യം എത്തിയിട്ടില്ല. ചൈതന്യം എത്തിയവരാണ് നിങ്ങൾ. നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾ നോക്കിക്കോ, ഒരു മനുഷ്യ സ്നേഹികളാണ്, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ സാറ് പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരികയായിരുന്നു. എത്ര കറക്റ്റ് കൈകളിലാണ് ഈ പ്രൊഡക്റ്റ് എത്തിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഹാപ്പിനെസ്. സോ ഐ എം സോ ഹാപ്പി സാർ. താങ്ക് യു സോ മച്ച് സാർ. അപ്പം നമുക്ക് അടുത്ത ഷെയറിലേക്ക്. അടുത്ത ഷെയറിങ് എൻ്റെ ചേച്ചി ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ. ഓക്കെ, ഗ്യാപ്പ് വരണ്ട എന്നുള്ളേ ഉള്ളൂ. ആരെങ്കിലും വരുന്നെങ്കിൽ വന്നോളൂ. ഗുഡ് ഈവനിങ് മാഡം. ഓക്കെ മാഡം. സിജി ശ്രീജിത്ത്. ഓക്കെ, വെൽക്കം മാം. ഹലോ മാഡം. എന്റെ പേര് സിജി ശ്രീജിത്ത്. ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് പായിപ്രയാണ് സ്ഥലം. എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞത് എനിക്ക് ശ്വാസമുട്ട് ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് ഉപയോഗിച്ച ശേഷം ഞാൻ ഫുൾ ടൈം എനിക്ക് ഇൻഹേലർ ഇല്ലാത്ത ഒരു അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യായിരുന്നു. ഇന്ന് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 5 മാസം കഴിഞ്ഞ് ആറിട്ട് കിടക്കണു. ഞാൻ എന്റെ പ്രൊഡക്റ്റ് എന്റെ ഇൻഹേലർ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്കും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാരും പറഞ്ഞു തൈറോയിഡിന്റെ, അതുപോലെ എനിക്കും തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഹൈപ്പോ തൈറോയിഡ് ആണ്. ഒരു ദിവസം ടാബ്ലറ്റ് മുടങ്ങിയാൽ എനിക്ക് അതിൻ്റെതായ തടി വെക്കലും മറവിയും
ദേഹത്ത് വേദന, എഴുന്നേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് എന്റെ ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. അതോടൊപ്പം ഗുളികയുടെ 200 കഴിക്കുന്ന ടാബ്ലറ്റിൽ നിന്ന് ഞാൻ 10ലേക്ക് മാറ്റിയ ഒരു അവസ്ഥയായിട്ടായി. തീർത്തും നിർത്തിയിട്ടില്ല, എന്നാ എനിക്ക് എല്ലാം കൊണ്ട് ബോഡിയില് എന്റെ ബുദ്ധിമുട്ടെല്ലാം മാറി. ഇന്ന് ഈ പ്രൊഡക്റ്റ് കണ്ടിന്യൂ ഉപയോഗിക്കുന്നു. അതോടൊപ്പം എനിക്ക് എന്റെ മോൾക്കും കൂടി ഇന്ന് റിസൾട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഒന്ന് ഷെയർ ചെയ്തോ, ഒന്ന് കൊടുത്തോട്ടെ. സന്തോഷം മോളെ എന്റെ പറയൂ. പേര് ശ്രേയ ശ്രീജിത്ത്. എനിക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്റെ മറ്റേ തലയില് കരപ്പം കുറെ വന്നിട്ടുണ്ടായിരുന്നു. കരപ്പം എന്ന് പറയുമ്പോ പൊട്ടി പഴുത്തൊക്കെ ഉണ്ടായിരുന്നു. കൊറേ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞേ. അമ്മ പറഞ്ഞു വാട്ടറഞ്ചി പാഡ് ഇരിക്കുന്നുണ്ട്, നമുക്ക് കുപ്പിയിൽ റാപ്പ് ചെയ്തിട്ട് കഴുകിയാലോന്ന് വെച്ചു. 2 ദിവസം അടുപ്പിച്ച് ഞങ്ങൾ കഴുകി. 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്റെ തലയിലെ കപ്പം പോലും ഉണ്ടായിരുന്നില്ല. പഴുപ്പെന്ന് വെച്ചാൽ ഒരാളുടെ അടുത്തും എനിക്ക് ചെല്ലാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെന്ന് പറയുമ്പോ എനിക്ക് മെഡിസിൻ ഫുള്ള് കഴിക്കാൻ പറ്റുന്നത്, മെഡിസിൻ കഴിക്കാൻ അലർജി കാരണം മെഡിസിൻ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക്. ഇത് ഞാൻ ഈ വാട്ടറഞ്ചി പാടൊക്കെ വെള്ളം ഉപയോഗിച്ചെന്നും കുടിക്കാറൊക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ എനിക്കിപ്പോ അലർജി ഒന്നുമില്ല. എനിക്ക് ഇത്രയുള്ള റിസൾട്ട്. താങ്ക് യു. മാഡത്തിന്റെ മോളുടെ പേരെന്താ? ശ്രീജിത്ത്. ശ്രേയ. എൻ്റെ ചേച്ചിയുടെ മോളുടെ പേരും ശ്രേയ എന്നാണ്. ശ്രേയ മോളു നല്ല എക്സ്പീരിയൻസ്. മോളുടെ പോലെ ഒരു മോള് ആൻറ്റിക്കും ഉണ്ട്. അവൾക്കും ഇത് തന്നെ, തലയിൽ ഇങ്ങനെ ഭയങ്കര ഇപ്പം താരനാണ്, കരപ്പന, എന്ത് തന്നെയാലും മുടിയിൽ വരുന്ന എന്ത് തന്നെയാലും നമുക്ക് ആ ഒരു ഓരോ രോഗാണുക്കൾ ഉണ്ടാവുമല്ലോ, മുടിയിലെല്ലാം ബാക്ടീരിയ വരുന്നത്. അത് നമ്മുടെ വെള്ളം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആൻറ്റി ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പം ചെയ്യുന്നില്ല, ഇപ്പം അവൾ ഓക്കെ ആയി. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട്, ഇത് നമ്മുടെ ഇതുപോലെ എക്സ്പീരിയൻസ് ഷെയറിങ്ങിൽ കേട്ടത് ഞാൻ ഫോളോ ചെയ്തതാണ്, അല്ലാതെ എനിക്കറിയില്ലായിരുന്നു. അതാ പറയുന്നത്, എക്സ്പീരിയൻസ് ഷെയറിങ്ങിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന രീതികളും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ കേട്ടിരുന്നു, ഒരു പാത്രത്തിൽ നമ്മളിപ്പോൾ എണ്ണ തലയിൽ മസാജ് ചെയ്യില്ലേ, അതുപോലെ നമ്മുടെ മാഗ്നറ്റൈസ് വെള്ളം കയ്യിലെടുത്ത് കൊണ്ടുവന്നിട്ട് കയ്യിൽ കുറച്ച് ഫിംഗറിലാക്കിയിട്ട് നമ്മളുടെ സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സ്കാൽപ്പിൽ എല്ലാവിടെയും ആക്കിയിട്ടതിന് ശേഷം നമ്മൾ നോർമൽ വെള്ളത്തിൽ കുളിക്കുക. നോർമൽ ഷാമ്പു വോട്ടെവർ യൂസ് ചെയ്തിട്ട് ഷാമ്പു ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുക നോർമൽ വെള്ളത്തിൽ. കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ വെള്ളം ബാത്റൂമിൽ കൊണ്ടുപോകുക, ആദ്യമേ കൊണ്ടുവെക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഷാമ്പു എല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റുള്ള വെള്ളം നമ്മളുടെ ഈ വെള്ളം തലയിൽ ഒഴിക്കുക. അത് ബോഡിയിലൂടെ ഒഴുകി പോവട്ടെ. പ്രിഫറബിളി തുടക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷേ എന്നാലും നമുക്ക് മുടി തുടക്കാതെ എന്നാൽ നമ്മൾ പറയും കോൾഡ് വിടുമെന്ന്. ഓക്കെ, മുടി കുറച്ച് തുടക്കാം. പക്ഷേ ബോഡി, ഇപ്പം നമ്മുടെ രാജു ഡോക്ടർ പറഞ്ഞു തന്നൊരു ടിപ്പാണ്, നമ്മുടെ ബോഡിയിൽ ഈ വെള്ളം ഒന്ന് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ബോഡി തുടക്കാതെ അങ്ങ് അബ്സോർബ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് സ്കിന്നിന് നല്ല ഗുണമുണ്ടാവും, നല്ല ഉന്മേഷം ഉണ്ടാവും, നമ്മുടെ സ്കിന്നിന് അലർജി ഉണ്ടാവില്ല. അപ്പം മുടിയിലൊക്കെ തുടക്കണം, കാരണം മുടി തുടക്കാതെ നമുക്ക് ചിലപ്പോൾ എന്തായാലും ഒരു പേടി ഉണ്ടാവും. കുറച്ചൊന്ന് ടാപ്പ് ഡ്രൈ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഉണക്കിയെടുത്താൽ മതി. പക്ഷേ പെട്ടെന്ന് റിസൾട്ട് വരും. അത് എൻ്റെ മോൾക്ക് കിട്ടിയ റിസൾട്ടാണ്. അവൾ സാധാരണ പറയാറുണ്ട്. മാം പറഞ്ഞോളൂ, എന്ത് പറയുന്നുണ്ടോ? എന്റെ മോൾക്ക് കേക്ക്, അതുപോലെ ചെമ്മീൻ, അതുപോലെ ചോക്ലേറ്റ് എല്ലാം അലർജി ആയിരുന്നു. അവസാനം എന്റെ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരസെറ്റാമോള്, ഒരു വയറുവേദന, ഗ്യാസ് കയറിയാൽ പോലും ഹോസ്പിറ്റലിൽ ചെന്ന കൊച്ചിന് ഒന്നും കൊടുക്കാനില്ല. അവർ കുറെ നേരം ഒബ്സർവേഷൻ കെടുത്തും ഒക്കെ കിടത്തിയിട്ട് തിരിച്ചു വിടും. വീട്ടിൽ ചെന്ന് വയറേറിയ വെള്ളം കൊടുക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഒരൊറ്റ ഇതുള്ളൂ, അക്യുപഞ്ചർ ചെയ്യാൻ, അതായത് 100ഓളം നീഡിൽ കുത്തിയിട്ടുള്ള ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അക്യുപഞ്ചർ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ആ ഒരു ഇത്, മോളെ ഇത്രയും ഇത് ചെയ്യാനൊരു ബുദ്ധിമുട്ടുകൊണ്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അബ്ബാസ് സാർ വഴി ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അബ്ബാസ് സാറിന് താങ്ക്സ് പറയണം. കാരണം സാറിലൂടെയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചത്. ഇന്ന് എന്റെ മോൾക്ക് എല്ലാ ഹോസ്പിറ്റലും ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. ഇത് ഒത്തിരി ആളുകളിൽ കുറച്ചു പേർക്ക് വരുന്ന ഒരു അസുഖമാണ്. ഇനി ഭാവിയിൽ എന്റെ മോൾക്ക് പിന്നീടുള്ള ആഫ്റ്റർ മാരേജ് ശേഷം ഒരു ഡെലിവറി അങ്ങനെയൊക്കെ സമയങ്ങളിൽ എന്റെ മോൾക്ക് ഒരു മെഡിസിൻ അലർജി ആണെങ്കിൽ എന്താവും എന്ന് പേടിച്ചിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് ദൈവം സഹായിച്ച് ഈ മോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആയാലും വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഫുൾ ടൈം വെള്ളം കുടിക്കുന്നതും ഇത് വാട്ടർ പാടിലാണ്.
എന്റെ മോളുടെ ശരീരം തടിച്ച് നല്ല വീർത്തിരിക്കായിരുന്നു, നല്ല തടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലോണം മുടി ഉണ്ടായിരുന്നു. മോള് ആ കരപ്പന്റെ വന്നായിരുന്നു, മുടി ഹാഫ് പോർഷൻ വെട്ടിക്കളഞ്ഞു. എന്നാലും വേണ്ടില്ല, എന്റെ മോളുടെ എല്ലാ അസുഖം മാറി. ഇന്ന് ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ ബോഡിയിൽ ഇപ്പൊ ഒരു അലർജിയുടെ ഒക്കെ ഒത്തിരി കുറവുണ്ട്. അതുപോലെ വിരയുടെ മരുന്ന് ഒരു 9 വർഷമായിട്ട് കൊടുക്കാതിരുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ടീച്ചർ വിളിച്ചു, സിജി പറഞ്ഞാൽ പോരാ, ഫോണിലൂടെ പെർമിഷൻ തന്നാൽ പോരാ, എഴുതി ഒപ്പിട്ട് തരണം. കാരണം മോൾക്ക് എല്ലാ മെഡിസിൻ അലർജി, നാളെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു പ്രശ്നം വരരുത്, അതുകൊണ്ട് എഴുതി ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചറെ എഴുതി ഒപ്പിട്ടില്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എന്നാലും വേണ്ടില്ല എഴുതി ഒപ്പിട്ട് തന്നേക്കാന്ന് പറഞ്ഞ് മോൾക്ക് 2 പ്രാവശ്യമായിട്ടും ഞങ്ങൾ മരുന്ന് കൊടുത്തു. ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഇനി മുമ്പോട്ട് ഇനി എല്ലാ മെഡിസിൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഒരു പ്രശ്നവും ഇല്ല. അലർജി ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ നോർമലായി. അതുപോലെ തന്നെ മെഡിസിൻ കൊടുത്ത പാരസെറ്റാമോള് കഴിഞ്ഞ ദിവസം പനി വന്നപ്പോ കൊടുത്തു. അതൊക്കെ ഇപ്പൊ മോക്ക് ശരീരമായിട്ട് ഇതാവുന്നുണ്ട്, ഒരു അലർജിയും കാണിക്കുന്നു. അതൊക്കെ ദൈവത്തിന്റെ, സാറ് പറഞ്ഞ പോലെ ദൈവം കരിഞ്ഞു തന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു. നോക്കൂ, ഒരമ്മക്ക് ഒരു സന്തോഷം തരാൻ വേറെ എന്ത് വേണം? അതാണ് എൻ്റെ ഒരു ഇത്. കാരണം അങ്ങനെ സന്തോഷിച്ച ഒരു അമ്മയാണ് ഞാൻ. കാരണം കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് എൻ്റെ മോൾക്ക് പ്രശ്നം. അപ്പോൾ കോവിഡ് കാലത്ത് നമുക്ക് ഹോസ്പിറ്റലും ഡോക്ടറെ അടുത്തൊന്നും പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരുന്നില്ല. അങ്ങനെ സഹിച്ചു അത്രയും കാലം. എന്നിട്ട് പിന്നെയാണ് ഞാൻ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഒരുപാട് മരുന്ന് കഴിച്ചു. കേരളത്തിലെ മരുന്ന് കഴിച്ചു, ജാർഖണ്ഡിലെ മരുന്ന് കഴിച്ചു, എല്ലാം കഴിച്ചു. പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കാം എന്തിനാ കുട്ടി ഇത്രയും മരുന്ന് കഴിപ്പിച്ചു എന്നുള്ളത്. പിന്നീട് ആ മരുന്ന് കൊണ്ടേ കളയുക ചെയ്തത്. ആ മരുന്നൊന്നും അവ കേട്ടിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഒരു അമ്മമാർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ വേറെ എന്ത് വേണം? അവൾ ജീവിതത്തിൽ മരുന്ന് കഴിച്ചത് ഈ ഒരു സ്കിൻ ഡിസീസിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഇല്ലാതെ അതുകൊണ്ട് നമുക്കൊക്കെ എന്താ ഒരു സമാധാനം? നമ്മളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ, അവർക്ക് ഭാവിയിൽ ഒരു അസുഖം വരില്ല എന്നുള്ളത് നമ്മളെ അമ്മമാർ എത്ര സന്തോഷിക്കും അല്ലേ? മോളെ ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. രണ്ടുപേരും ഹാപ്പി ആയിരിക്കും. മോൾ കറക്റ്റ് ഉപയോഗിക്കണം കേട്ടോ. പിന്നെ അതുപോലെ മോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ മോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരോട് പറയാം, അവരുടെ അമ്മമാരോട് അത് പറഞ്ഞു കൊടുക്കുക. ഇതാ ഞാൻ കണ്ടില്ലേ സ്കൂളിൽ ലീവൊന്നും എടുക്കാതെ കറക്റ്റ് വരുന്നത് കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്കും അതുപോലെ പഠിക്കാനും ഒക്കെ പറ്റണമെങ്കിൽ അമ്മയോട് പറ, എൻ്റെ അമ്മയെ കാണാൻ അമ്മ പറഞ്ഞു കൊടുക്കും പ്രൊഡക്റ്റിനെ പറ്റി എന്ന് മോള് പറയണം. ഓക്കെ, അപ്പോൾ അത് മോള് ചെയ്യുന്നൊരു വലിയ കാരുണ്യ പ്രവർത്തനമാണ്. ഓക്കെ, അതറിയാലോ. മോൾ അനുഭവിക്കുന്ന സുഖം മറ്റുള്ളവർക്കും കൊടുക്കണ്ടേ? അപ്പോൾ അത് കൊടുക്കും. അപ്പോൾ താങ്ക് യു. എന്ത് കാര്യമായിട്ടാന്ന് പറയുന്നത്, നമ്മൾ പ്ലാൻ പറയുന്ന പോലെ തന്നെ ഈ വാട്ടർ പാഡിന്റെ ഗുണങ്ങളും അതിന്റെ ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്നും എന്ത് ഭംഗിയായിട്ടാണ് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതെന്നുവെച്ചാൽ ഏത് ആരോടും ഇപ്പൊ എവിടെ ചെന്നാലും ടീച്ചേഴ്സിന് എത്ര ടീച്ചേഴ്സിനോട് മോള് ചെന്ന് പറഞ്ഞു പറയും എന്താ ഇതെങ്ങനെ മാറിയ എന്ന് വന്നപ്പോ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞപ്പോ ഒക്കെ ഈ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല ഭംഗിയായിട്ട് മോള് പറഞ്ഞു കൊടുത്തു. ആണോ? കലക്കി മോളെ, കലക്കി. അതാണ് എൻ്റെ മോള് പറയും, എൻ്റെ മോള് ടീച്ചറോടൊക്കെ പറയും. പക്ഷെ അവരെ അക്സെപ്റ്റ് ചെയ്തില്ല, അത് വേറെ കാര്യം. ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്താലേ ബാക്കി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വേണം, മോള് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഫ്രണ്ട് നീത്ത, അവളുടെ മോനും അതുപോലെ തന്നെ പറയും, അമ്മ അവന് പ്രോഗ്രാമിൻ്റെ ഒപ്പം കാലുവേദന അമ്മ ആ റിസ്റ്റ് ബാൻഡൊന്ന് അവന് കെട്ടിക്കൊടുക്ക്, അവനത് മാറും. എനിക്കത് കെട്ടിയിട്ടല്ലേ മാറിയത്. അതെ, കുട്ടികൾ ഉപയോഗിക്കുന്ന കുട്ടിയൊക്കെ അറിയാം, അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല അവരുടെ ഫ്രണ്ട്സിനും ആരോഗ്യം കൊടുക്കണം എന്നുള്ളത്. നല്ല ചിന്താഗതിയാണ് മോള്, അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, അമ്മയും മോളും കൂടെ പിന്നെ നന്നായിട്ട് പ്രൊഡക്റ്റ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. താങ്ക് യു സിജി മാഡം. അപ്പം നമുക്ക് അടുത്ത ആളെ വിളിക്കാം. എൻ്റെ ചേച്ചി എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്ന് പറഞ്ഞോളും. നമുക്ക് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പാടില്ല. നമ്മളുടെ ടൈമും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാപ്പില്ലാതെ ഇതുപോലെ നല്ല ഹാപ്പി റിസൾട്ട് കൊണ്ടുവരൂ. ഗ്യാപ്പ് വരാൻ പാടില്ല. ആരെങ്കിലും റെഡി ആയിക്കോ. നമ്മൾ ഈ ഒരു ഐപാഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് അച്ഛാ ആരോ പറയുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ശ്രുതി ആലപ്പുഴയിൽ നിന്നാണ് പറയുന്നത്. എന്റെ ഫ്രണ്ടാണ് സുജമോള്. യൂണിസാറിൽ നിന്നാണ് ഞാൻ പ്രോഡക്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രോഡക്റ്റ് മേടിച്ചത്. ഹസ്ബൻഡ് കൈക്ക് ഒരു ആക്സിഡന്റിലൂടെ കൈ ഇങ്ങനെ പൊക്കാൻ മേലാത്തൊരവസ്ഥയായിരുന്നു പുള്ളിക്ക്.
അത് മാറി റിസ്റ്റ് ബാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെ എനിക്ക് ഡേറ്റ് സമയത്ത് ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പം വാട്ടർ എനർജി പാഡിന്റെ ആയിട്ട് യൂസ് ചെയ്തപ്പോഴത്തേക്കും അതിലും എനിക്ക് വ്യത്യാസം വന്നു. ഇപ്പൊ എന്റെ അമ്മ യൂസ് ചെയ്യുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ ഫോളോ അപ്പ് എടുത്തോണ്ടിരിക്കുകയാണ്. റിസൾട്ട് തൈറോയിഡാണ് അമ്മയ്ക്ക് മെയിൻ ആയിട്ടും ഉള്ളത്, അത് യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ് അമ്മ. ഇത്രേ ഉള്ളൂ, ചെറിയൊരു റിസൾട്ടാണ്. ഓക്കെ, താങ്ക് യു. ചെറിയ റിസൾട്ട് ഒന്നുമല്ല, എന്താ പറയുക, നമ്മുടെ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മരുന്ന് ഒഴിവാക്കി നമ്മൾ എന്ത് തന്നെ ചെയ്താലും റിസൾട്ട് ചെറുതല്ല. നമ്മുടെ മരുന്ന് കൊണ്ട് മാറോ ഇത്? ഇല്ല. മരുന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, മരുന്ന് വേറെ അസുഖം തരും. അപ്പം പിന്നെ നമ്മുടെ ഈ ബയോട്ടറി വെച്ച് ഒരു ഉറക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ റിസൾട്ടാണ്. കാരണം അറിയാലോ, ഉറക്ക് എന്ന് പറയുന്നത് ഉറങ്ങിയാൽ തന്നെ നമുക്ക് ഒരു 80% അസുഖം മാറും. കറക്റ്റ് ഉറക്കില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ബോഡി റിപ്പയർ നടക്കാത്തത്. അപ്പം അത് തന്നെ ഒരു വലിയ റിസൾട്ടാണ്. തലവേദന മാറുന്നത് ഇതെല്ലാം നമ്മൾ ചെറിയ റിസൾട്ട് എന്ന് പറയുന്നതല്ലേ. മൈഗ്രെയിനൊക്കെ മാറിയ ആളാണ് ഞാൻ. ആ മൈഗ്രെയിനൊക്കെ ആ തലവേദനയൊക്കെ വരുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന പാട് എത്രയാണെന്നുള്ളത് അത് അനുഭവിച്ചവർക്കേ അറിയൂ. അതൊക്കെ മാറിക്കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ റിസൾട്ടാണോ? ഒരിക്കലും അല്ല. അപ്പോൾ അടുത്ത റിസൾട്ട് വന്ന് പറയൂ. താങ്ക് യു മാഡം. മാത്രമല്ല മാരക രോഗങ്ങൾ വരാതെ തടയുന്നുണ്ട്. അതെ, മാരക രോഗം മുതൽ ചെറിയ സില്ലി രോഗങ്ങളായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സുഖം, നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അതിവിടെ പങ്കിടും. കാരണം നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് അത് അവർക്ക് മനസ്സിലാവട്ടെ, അവർക്ക് അറിയണം. അവർ ഈ പറയുന്നതൊന്നും തട്ടിപ്പ് കൂടായിപ്പല്ല. ഇത് ആ മാറിയവരാണ് വന്ന് ലൈവ് വന്ന് പറയുന്നത്, അവരുടെ സന്തോഷം അവർ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങളുടെ സന്തോഷം ഷെയർ ചെയ്യാനാണ്, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനാണ് നമ്മൾ ഈ റിസൾട്ട് പറയുന്നത്. സോ വരൂ, പറയൂ. മാഡം, ഞാൻ തൊടുപുഴന്ന് രാധാമണിയാണ്. ഓക്കെ രാധാമണി മാഡം പറയൂ. ഹലോ, കേൾക്കാം? ഓ കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വ്യാഴാഴ്ച ഇവിടെ അടുത്തൊരു വീട്ടില് ഗീർ പശുവിന്റെ നെയ്യ് കൊണ്ട കൊടുത്തു. അന്നേരം അവിടെ ഒരു മോളുണ്ട്. ആ മോള് ആദ്യം മമ്മി കൊടുത്തപ്പോ ഇത് എന്റേതാ, ഇത് എനിക്ക് വേണ്ട എന്നും പറഞ്ഞോണ്ട് തുപ്പിക്കൊണ്ട് പോയി പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഇനി മമ്മി ഇന്ന് നെയ്യ് തരുന്നില്ലേന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കുക. അപ്പൊ ആ ടീച്ചറിന് ഞാനിത് കൊണ്ട കൊടുക്കുമ്പോ ടീച്ചറിന് ഒരു ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ടീച്ചറെ ഇത് ധൈര്യമായിട്ട് ഈ നെയ്യ് കഴിച്ചു, ടീച്ചർ ഓക്കെ ആകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഞങ്ങള് അവിടെ പോയി. ആദ്യം നെയ്യാ അവർ കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഈ ബയോട്ടോറിയത്തെ പറ്റി എല്ലാം പറഞ്ഞപ്പോ അവര് TV-യിൽ അടിച്ചു നോക്കി എല്ലാം മനസ്സിലാക്കി. ടീച്ചറിന്റെ ഹസ്ബൻഡ് ഒരു പട്ടാളക്കാരനാ. എന്നിട്ട് വെള്ളിയാഴ്ച ഞാനും തമ്പി സാറും രാജൻ സാറും കൂടെ അവിടെ ചെന്നു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി. അവര് യാതൊരു നെഗറ്റീവും പറയാതെ ഇതെല്ലാം കേട്ടിരുന്ന വെച്ച് 24,500 പ്രോഡക്റ്റ് എടുത്തു. പിറ്റേ ദിവസം ഞാൻ ടീച്ചറിനെ വിളിച്ചു ചോദിച്ചു, ടീച്ചറിന് ഉറക്കമില്ല എന്നാ പറഞ്ഞേ. അന്നേരം ടീച്ചർ പറഞ്ഞു നല്ല ഉറക്കം കിട്ടി, ഒരാഴ്ചയൊക്കെ ആകണ്ടേ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ന് ചോദിച്ചു. പിന്നെ ടീച്ചറിന്റെ ഷോൾഡറിന് വേദന ഉണ്ടായിരുന്നു, ആ വേദന മാറി. പിന്നെ ഞാൻ വേറൊരാൾക്കൊരു പ്രോഡക്റ്റ് 2 മാസം മുമ്പ് കൊടുത്ത് ആ വ്യക്തിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, ഹൈ ഷുഗർ ആയിരുന്നു. ഹൈ ഷുഗർ 2 മാസം കൊണ്ട് അത് നോർമലായി. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് ആ ലാബിലെ ലേഡി ചോദിച്ചു ഇത് എന്ത് മെഡിസിൻ കഴിച്ചിട്ടാണ് ഈ ഷുഗർ ഇങ്ങനെ നോർമലായെന്ന് ചോദിച്ച മെസ്സേജ് ഞങ്ങളെ ഫോളോപ്പിന് ഞങ്ങൾ കേൾപ്പിച്ചു തന്നു. പിന്നെ ആ വ്യക്തിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, അത് മാറി എന്ന് ഞങ്ങളോട് പറഞ്ഞു. പിന്നെ വേറൊരു വ്യക്തിക്ക്, ഒരു ലേഡിക്ക് കൊടുത്ത പുള്ളിക്കാരിക്ക് ഹസ്ബൻഡിന് വെരിക്കോസ് വെയിന്. അപ്പം ഞങ്ങൾ ഫോളോ അപ്പിന് ചെന്നപ്പം വെരിക്കോസ് വെയിൻ കുറവുണ്ട്, പുള്ളിക്കാരിക്ക് ബാലൻസ് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. കുഴപ്പമില്ല മാഡം, മാഡത്തിന്റെ റിസൾട്ട് തലവേദനയൊക്കെ ആയിരുന്നു. ഇയർ ബാലൻസ് ആയിരിക്കും. ഇയർ ബാലൻസ് ആയിരുന്നു, അത് കുറവുണ്ട്. പെട്ടെന്ന് പറയാൻ കിട്ടിയില്ല. കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇങ്ങനെ പുറകെ വേദന. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ നെറ്റത്ത് കെട്ടുന്ന ബാൻഡ് പുറകിൽ തലയുടെ പുറകെ കിട്ടിയാൽ മതി, അപ്പൊ ഇയർ ബാലൻസ് ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ള റിസൾട്ട്.
രാധാമണി മാഡം താങ്ക് യു. രാധാമണി മാഡം പറയുന്നതൊക്കെ ഒരു നമ്മൾ കിലുക്കത്തിലെ മറ്റേ രേവതി പറഞ്ഞ പോലെ ഇത്രയും റിസൾട്ട് പറഞ്ഞിട്ട് ഇത്രയൊക്കെയുള്ളൂ പറയാനിത്. ഇതൊക്കെ പോരാ, ഒരു മനുഷ്യന് പിന്നെ സമാധാനവും എന്താ പറയുക സന്തോഷം കിട്ടാനുള്ള എല്ലാ റിസൾട്ടും ആയിക്കഴിഞ്ഞു. ഗ്രേറ്റ് റിസൾട്ട് രാധാമണി മാഡം. ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് കറക്റ്റ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ കറക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ഉള്ളിൽ നിന്ന് വരൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യുക. അപ്പം കാരണം നമ്മളെ കണ്ടിട്ട് വേണം മറ്റുള്ളവരത് യൂസ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ചന്ദ്രിക മാഡത്തിനെ കൊണ്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേജ് കറക്റ്റാണ്. യൂസേജിനോടൊരു കോംപ്രമൈസും ഇല്ല. ഹസ്ബൻഡും വൈഫിൻ്റെ യൂസേജ്, അതുകൊണ്ടാണ് അവർക്ക് ആ സന്തോഷമുള്ള റിസൾട്ട് തരാൻ പറ്റിയത്. അതേസമയം എൻ്റെ അടുത്ത് നിന്ന് ഇതിൻ്റെ മുൻപേ പ്രൊഡക്റ്റ് കുറേ മുന്നേ വാങ്ങിയ ലേഡി കറക്റ്റല്ല യൂസേജ്. എന്നോട് പറയാം ബോഡി പെയിനാണ്. ഞാൻ നിങ്ങൾ കറക്റ്റ് യൂസ് ചെയ്യൂ. വെള്ളം കുടിക്കില്ല കറക്റ്റ്, റിസ്റ്റ് ബാൻഡ് ഒരിക്കലും ഇല്ല കയ്യിൽ. ഞാൻ പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പം നമ്മുടെ ചന്ദ്രിക മാഡത്തിൻ്റെ കയ്യിൽ ഇത് കണ്ടു, ആളുടെ ബോഡി വെയിറ്റ് ലൂസായ കണ്ടപ്പം ഒന്നും പറയാതെ ആളിപ്പോൾ റിസ്റ്റ് ബാൻഡ് കെട്ടി നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയും, ഇനി നിങ്ങളെ റിസൾട്ട് നോക്കിക്കോ, പെട്ടെന്ന് വരും. അങ്ങനെ അപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് കറക്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ആൾ പറയും. പിന്നെ എൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയാം, എൻ്റെ ഒരു ക്ലയൻറ്റ് ഞാൻ കൊടുത്ത ഒരാൾ ഒരു ജെയിൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു കോട്ടയത്താണ്. അവർ റിസൾട്ട് പറയാൻ വരുമോയെന്ന് അറിയില്ല. പക്ഷെ അവർ പിന്നെ ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉള്ള ആളാണ്, പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവർ ബെറി ജ്യൂസ് ഈ അടുത്ത് കഴിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു റിസൾട്ടായിട്ട് അവർ പറഞ്ഞത് അവരെ ഐസൈറ്റ് ഇമ്പ്രൂവ് ആയിരുന്നു. അവരൊരു ഗ്ലാസ് ഇല്ലാതെ അവർക്ക് വായിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു നല്ലൊരു റിസൾട്ട് ബെറി ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. സോ അവരതുകൊണ്ട് ബെറി ജ്യൂസ് ഇനിയും കണ്ടിന്യൂ വാങ്ങാൻ വേണ്ടി എന്താ പറയുക വാങ്ങാൻ ഓർഡർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു നല്ല റിസൾട്ട് അവരെന്നോട് പറഞ്ഞിരുന്നു, ഇത് എല്ലാവരോടും പറയണമെന്ന്. അവർ വന്ന് പറയാൻ അവർക്ക് മടിയുണ്ടാവും. സോ അത് എല്ലാവരും നോട്ടീസ് ചെയ്തു. കാരണം നമ്മുടെ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ഡ്രിങ്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് സൂപ്പർബാണ്. ഓക്കെ, സോ അതെല്ലാവരും വാങ്ങി കഴിക്കുക. പിന്നെ അതുപോലെ ഞാൻ റിസൾട്ട് ഷെയറിങ് പറയുന്നതിൻ്റെ മുമ്പ് നമ്മുടെ A2 ഗീയെ പറ്റിയൊരു കാര്യം പറയാം. നമ്മുടെ A2 ഗീ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിപ്പം എല്ലാ രീതിയിലും അത് പിന്നെ ഗുണങ്ങളുണ്ട്. എല്ലാ ഗുണങ്ങളും എനിക്ക് പറയാൻ ഞാനില്ല. പക്ഷെ നമുക്കിപ്പം പിന്നെ ശരീരം വെയിറ്റ് കൂട്ടണമെങ്കിലും വെയിറ്റ് കുറക്കണമെങ്കിലും നമ്മുടെ രാമചന്ദ്ര സാറ് പറഞ്ഞൊരു കാര്യം, അതാണ് എൻ്റെ പോയിന്റ്. കാരണം എനിക്ക് കുറച്ച് വെയിറ്റ് കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വെയിറ്റ് കൂട്ടേണ്ടവരും കുറക്കേണ്ടവരും നമ്മുടെ ഈ ഒരു ഗീ യൂസ് ചെയ്യാം എന്നാണ് നമ്മുടെ രാമചന്ദ്ര സാറ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കഴിക്കേണ്ട രീതി അത് മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. സോ ഇതൊന്ന് എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചോ. പിന്നെ വേറൊരു ഇൻഫർമേഷൻ കിട്ടിയത് A2 ഗീയെ പറ്റി, അതുകൂടെ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ദുർമേധസ് അല്ലെങ്കിൽ കൊഴുപ്പ് കുറക്കണം അല്ലെങ്കിൽ തടി കുറക്കണം അങ്ങനെ അതിയായി ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ഫോളോ ചെയ്യുക എല്ലാവരും. അതായത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്. അതായത് നമ്മൾ രാത്രി 7 മണിക്ക് നമ്മൾ ഡിന്നർ കഴിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ സോളിഡ് ഫുഡ് കഴിക്കാതിരിക്കുക. നമ്മുടെ വെള്ളം മാത്രം കുടിക്കുക, ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും ഫ്രൂട്ട്സ് ഒന്നും ഒരിക്കലും രാത്രി കഴിക്കരുത്. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുക, പിന്നെ എന്തെങ്കിലും കടലയോ എന്തെങ്കിലും കുടിക്കുക, അത്രയേ ഉള്ളൂ. അധികം ഒന്നും കഴിക്കരുത്. എന്നിട്ട് നിങ്ങൾ പിറ്റേന്ന് 1 മണിക്ക് ഉച്ചക്ക്, അതായത് 12 മണി 1 മണി ആവട്ടെ, ഒരു 10-16 മണിക്കൂർ നിങ്ങൾ ബോഡിയിലൊന്നും ഫുഡ് കൊടുക്കാതെ, അത് നല്ലൊരു ഫാസ്റ്റിംഗ് ആണത്. ആ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ A2 ഗീയിൽ തുടങ്ങുക. A2 ഗീ കഴിച്ചതിന് ശേഷം, ഒരു സ്പൂൺ A2 ഗീ കഴിച്ചതിന് ശേഷം നിങ്ങൾ ബാക്കി എന്താ വേണ്ടത് നിങ്ങൾ കഴിക്കുക. അങ്ങനെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നിങ്ങൾക്ക് കുറക്കാൻ പറ്റും, കൊളസ്ട്രോൾ കുറക്കാൻ പറ്റും. ഇതൊന്ന് ഫോളോ ചെയ്തോളൂ. അധികം എന്താ പറയുക വെയിറ്റ് ലൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതൊന്ന് ഫോളോ ചെയ്തോളൂ. ട്രൈ ചെയ്യുന്നതിനൊന്നും നമുക്ക് നഷ്ടമില്ലല്ലോ, നമുക്ക് കേട് വരുന്ന കാര്യമല്ലല്ലോ. അത് ഫാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. താങ്ക് യു. ഇനി അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞോളൂ, റിസൾട്ട് പറഞ്ഞോളൂ. എൻ്റെ ചേച്ചിക്ക് നല്ല കണ്ണിന് പിന്നെ കാഴ്ച കിട്ടിയ ഒരു റിസൾട്ട്, നമ്മുടെ ഈ ഒരു ഐപാഡ് വെച്ചിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയ റിസൾട്ട് ചേച്ചിക്ക് പറയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഫോൺ ചാർജ് ആക്കാൻ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യാണ്. സോ നിങ്ങൾ വേറെ ആരെങ്കിലും റിസൾട്ട് പെട്ടെന്ന് പറഞ്ഞോളൂ, ഗ്യാപ്പ് ഫില്ല് ചെയ്തോളൂ. ആ ഓക്കെ രാജശ്രീ മാഡം, ചേച്ചി വരൂ, റിസൾട്ട് പറയൂ. വെൽക്കം. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. എന്റെ റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇതിപ്പോ ഒരു പുതിയൊരു റിസൾട്ടും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, നമ്മുടെ ഈ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഏകദേശം 2 വർഷം കഴിഞ്ഞു. എന്റെ കണ്ണിന് കുറെ എന്താ പറയുക, 35 ഇയേഴ്സ് മുതൽ ഞാൻ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഈ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ണിന്റെ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറെ വ്യത്യാസമുണ്ട്. ആ വെള്ളം കൊണ്ടാണ് ഞാൻ എപ്പോഴും കഴുകാറൊക്കെ ചെയ്യാറ്.
അപ്പൊ അപ്പം തന്നെ നമുക്ക് കണ്ണിന് പ്രശ്നങ്ങളൊക്കെ കുറെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ കാഴ്ച ശക്തി അങ്ങോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാന് ഒരു മാസത്തിൽ കുറച്ചായി നമ്മളെ ഈ ഐപാഡ് ഈ സാധനം ഇപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പൊ ഒരു 3 ആഴ്ച ആയപ്പോ, അത് ഉപയോഗിച്ചൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ എനിക്ക് ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും രണ്ടും വളരെ പൂറായിരുന്നു. ഒന്നും കാണൂലായിരുന്നു. ദൂരെയുള്ള ബസ്സിന്റെ കളർ കാണാൻ ബോർഡ് ഇങ്ങനെ കാണാം, അല്ലാതെ അതിന്റെ അകത്തുള്ള ഒരു അക്ഷരം പോലും എനിക്ക് കാണാൻ പറ്റൂലായിരുന്നു. പിന്നെ എന്താ പറയുക, പരസ്യ ബോർഡുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ വലിയ അക്ഷരം പോലും കാണൂലായിരുന്നു കണ്ണട ഇല്ലെങ്കിൽ. കണ്ണട ഇല്ലാതെ എനിക്ക് എടുക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷെ ഈ ഒരു 3 ആഴ്ച മുമ്പേ നമ്മുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിന് പോയ സമയത്ത് പെട്ടെന്ന് ബോർഡിൽ സ്ക്രീനിൽ കാണിക്കുന്നൊന്നും എനിക്കൊരു ക്ലിയർ ആവാത്ത പോലെ, കണ്ണട ഇട്ടിട്ടാണ് ഞാൻ നോക്കുന്നത്, അപ്പൊ ക്ലിയർ ഇല്ല. ഞാൻ എന്തായിരിക്കും സംഭവം? അമ്മ ഞാന് കണ്ണട കണ്ണ് തുടക്കുന്നു ഒന്നും ഒരു ലെവലില്ല. അപ്പൊ ഞാൻ കണ്ണട ഊരിയപ്പോ എല്ലാം എനിക്ക് കാണുന്നു. ആ സ്ക്രീനിലുള്ളതൊക്കെ നല്ല ക്ലിയർ, പ്രസന്റ് ചെയ്യുന്ന ആളുടെ മുഖം, അന്ന് മിനീഷ് എന്ന് പറഞ്ഞിട്ടൊരു സാറായിരുന്നു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ മിനീഷ് സാറിന്റെ മുഖമൊക്കെ നല്ല ക്ലിയർ. അപ്പൊ ഞാൻ ഇത് നല്ലൊരു ഇതാണല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഐപാഡ് തന്നെ ശരിക്കും ഇതിൽ നല്ല റിസൾട്ട് തന്നിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നട്ടുച്ചയായിരുന്നു പുറത്തിറങ്ങിയത്. ആ സമയത്ത് സത്യം പറഞ്ഞാല് നല്ല ഒരു എന്താ പറയാ, ബോർഡില് ചെറിയ അക്ഷരം, നമ്മുടെ ഫോൺ നമ്പർ ഒക്കെ ഉണ്ടാവില്ലേ, വളരെ ചെറുത്, അതുവരെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നു. കാറ് പോകുന്നു, ബസ് പോകുന്നു, സ്കൂട്ടർ പോകുന്നു, എല്ലാത്തിന്റെ ബോർഡ് എനിക്ക് കറക്റ്റ് ആയിട്ട് ദൂരത്ത് വരുന്ന വണ്ടീന്റെ എല്ലാ ബോർഡും എനിക്ക് വായിക്കാൻ പറ്റി. അപ്പൊ ഭയങ്കര ഒരു മിറാക്കിൾ റിസൾട്ട് അല്ലേ അത്. അപ്പൊ എല്ലാവരും നമ്മള് ഒരു ഐപാഡ് വാങ്ങി നമ്മളെ എല്ലാ പ്രൊഡക്റ്റും കണ്ണിനും കൂടി സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളെ റിസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കണ്ണിന്റെ ഇതിന്റെ ബാക്ക് സൈഡിൽ കിട്ടുന്നത് നല്ലതാണ്. അതുപോലെ പില്ലോ പാഡ് ഉപയോഗിച്ചാലൊക്കെ കണ്ണിന് കാഴ്ച കൂട്ടും. പിന്നെ നമ്മൾ വെള്ളവും കൂടാതെ ഇതും കൂടെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് 100% ഷുവർ ആണ്. ഇപ്പൊ എനിക്ക് അടുത്ത കാഴ്ച മാത്രമേ ക്ലിയർ കാണുന്നത്. അതായത് നമ്മുടെ മൊബൈലൊക്കെ നോക്കുമ്പോൾ റീഡിങ് ബുക്സ് ഒക്കെ വായിക്കാൻ പറ്റുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഇനിയും നമ്മളിത് യൂസേജ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുമ്പോ അതും തിരിച്ചു കിട്ടുന്നു. ഇപ്പൊ എനിക്ക് വെറുതെ ഒരു കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോണോന്ന് വിചാരിച്ചു ഞാൻ ഇരിക്കുക. എന്തിനാ പൈസ വെറുതെ കൊണ്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കാതിരിക്കുകയാണ് ഇപ്പൊ. എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്ന 100% ഒക്കെ. അപ്പൊ എനിക്ക് എന്റെ മറ്റുള്ള റിസൾട്ടുകളൊക്കെ ഞാൻ ഇപ്പം പറയുന്നില്ല, കാരണം സമയം കുറെ വൈകിപ്പോയി. മുമ്പേ പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയാം, യൂട്യൂബിലൊക്കെ ഉണ്ടാവും റിസൾട്ടുകൾ. അപ്പൊ എന്തായാലും ശരി, ഒരു മിറാക്കിൾ റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും വർഷം ഒന്നും കാണാതിരുന്ന കണ്ണ് കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടിയത് വളരെ 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 സന്തോഷം. താങ്ക്സ് ടു ആദ്യം ഞാൻ ലീനക്കാണ് ലീനയാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. എന്റെ അടുത്ത് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ചേച്ചിക്കല്ല ഇത് പ്രശ്നമുള്ളത്. അങ്ങനെ അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ എന്റെ എല്ലാ അസുഖത്തിനും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ താങ്ക്സ് ടു ലീന. പിന്നെ നമ്മുടെ ഈ ബയോട്ടോറി നമുക്കായി നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് നമുക്ക് വേണ്ടി തന്ന നമ്മുടെ സാഗർ ജോഷ് സാറിനും പിന്നെ കേരളത്തിൽ എത്തിച്ച നമ്മളെ ഗ്രേറ്റ് മനോജ് സാറിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ വലിയൊരു താങ്ക്സ് മനോജ് സാറിനും. അപ്പൊ താങ്ക് യു ഓൾ. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ഇനിയും റിസൾട്ടുകൾ ഉണ്ട്. ഇനിയും ഞാൻ അപ്പോഴേ ഞാൻ പറഞ്ഞത് എനിക്ക് ഓരോ റിസൾട്ട് വരുമ്പോഴും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എപ്പം റിസൾട്ട് ഷെയറിങ് വരുമ്പോഴും ഞാൻ ചെയ്യും, റിസൾട്ട് വരുന്നതിനനുസരിച്ചിട്ട്. അതുപോലെ ഇപ്പത്തെ റിസൾട്ട് കണ്ണിന് കാഴ്ച കിട്ടി, വലിയൊരു റിസൾട്ടാണ്. അപ്പൊ എല്ലാവരും നമ്മളിത് ഉപയോഗിക്കുക, ഒരിക്കലും ഇത് ഇഗ്നോർ ചെയ്യരുത്. ഞാനും ഇപ്പൊ ലീന മാഡം പറഞ്ഞ മാഡം യൂസ് ചെയ്യുന്ന മാതിരി റെഗുലർ ആയിട്ട് ഞാനിത് യൂസ് ചെയ്യും. ഒരിക്കൽ പോലും ഞാനിത് ഉപേക്ഷിക്കാറേ ഇല്ല എന്റെ ശരീരത്തിൽ നിന്ന്. ഇപ്പൊ നനക്കുന്നുണ്ട്, ഇപ്പൊ കൈ കഴുകല, കുളിക്കുക, അങ്ങനത്തെ സമയത്തല്ലാതെ ബാക്കി എല്ലാ ഫുൾ ടൈം കല്യാണത്തിന് പോകുന്നതായിക്കോട്ടെ, എന്ത് ഫംഗ്ഷന് പോകുമ്പോഴും എന്റെ കയ്യിൽ സാധനം ഉണ്ടാവും. ഈ റിസ്റ്റ് ബാൻഡ് എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും. വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തിട്ട് ഞാൻ കല്യാണത്തിന് പോലും പോകല്. കല്യാണത്തിന് പോകുന്ന അവിടുന്ന് വെള്ളം ഞാൻ കുടിക്കാറില്ല. അപ്പൊ അത്രയും നല്ല മിറാക്കിൾ റിസൾട്ട് നമ്മൾ അത് യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. യൂസ് ചെയ്യുന്നവർക്ക് 100% റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് എല്ലാവരിലേക്ക് ഇത് എത്തിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ താങ്ക്സ് ടു ഓൾ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് പത്രോസ്. എന്നെ കേൾക്കാമെന്ന് വിചാരിക്കും. കേൾക്കാം സാർ, കണ്ടിന്യൂ.
ഓക്കെ, ഞാൻ പാലക്കാട് വാളയാറാണ് ഞാൻ താമസിക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ജോലി ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ഈ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു, മുണ്ടൂര് ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഒപ്പം ഒരുപാട് റിസൾട്ടുകൾ എടുക്കാനായിട്ട് സർവശക്തനായ ദൈവം ഈ ബയോട്ടോറിയത്തിൽ കൂടി ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം കോമ സ്റ്റേജിലുള്ള ആളിന് മാറ്റം വരുത്തതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് എന്റെ വിന്നർ സൈഡിൽ ഉള്ള ആളുകളുടെ റിസൾട്ടുകൾ വളരെ കൂടുതലുണ്ട്. എന്നാൽ ജീനിയസ് സൈഡില് ഒന്നാമത്തെ പ്രോഡക്റ്റ് ഞാൻ നൽകിയത് കർണാടകയിലുള്ള ഒരാൾക്കാണ്. അവിടെ ആളെന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. അയാളുടെ ഭാര്യ, ഞാൻ മലബാർ സിമെന്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ അവിടെ ഇവർ രാത്രി 12 മണി, 1 മണി, 3 മണി ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇവര് ഹസ്ബൻഡ് വൈഫ് അവിടെ വരും. കാരണം വൈഫിന് ഉറങ്ങാൻ കഴിയുന്നില്ല, വെപ്രാളമാണ്, മാനസികമായിട്ട് വളരെയധികം പ്രയാസമൊക്കെ ആയിരുന്നു. അപ്പോ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ മെഡിക്കൽ ഫീൽഡ് ചെയ്യുന്നത് പോലെ ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന നിലയിൽ പറഞ്ഞൊരു എന്തെങ്കിലും നൈസായിട്ടുള്ള ഏതെങ്കിലും ടാബ്ലറ്റ് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. ആ നിലയിൽ ടാബ്ലറ്റ് കൊടുത്ത് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉൽപ്പന്നത്തെ കുറിച്ച് ഓർക്കുകയും ഞാനിത് വാങ്ങിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഈ ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് വാങ്ങിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരുടെ വൈഫ് നാട്ടിലേക്ക് പോകാൻ വേണ്ടി, അവർ ഹസ്ബൻഡ് വൈഫ് നാളെ പോവുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് അവർക്ക് വേണ്ടി ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു. നാളെ രാത്രി തന്നെ പോകണം. രാത്രി 12 മണിക്ക് അവർ ട്രെയിന് പോവുകയാണ്. ആ പോകുന്നതിന് മുമ്പേ കൃത്യം 11 മണിക്കാണ് കണ്ണാടി ചന്ദ്രൻ സാറ് ബൈക്ക് എടുത്ത് അവിടുന്ന് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ ജോലി ചെയ്യുന്ന ഡിസ്പെൻസറിയിൽ വെച്ചുകൊണ്ട് രാത്രി 11 മണിക്കാണ് ആ ഉൽപ്പന്നം കൊടുത്തത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞ് അവരുടെ നാട്ടിൽ ആയിരിക്കുന്നു, നാട്ടിൽ പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. കാരണം അവർ അറിയണമല്ലോ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞത് അയാൾ ഉറങ്ങി ശാന്തമായിട്ട് കിടക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു ഹൈ റിസൾട്ട് ആണത്. ഏകദേശം ഇന്ന് അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറയുന്നത് നല്ല മാറ്റമുണ്ട് എന്നാണ്. അപ്പോ ഈ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ആളുകളെ ഉറക്കാനും ഉണർത്താനും കഴിയും. ഉണർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധത്തിൽ ഉണർത്തുവാൻ കഴിയും. ഒപ്പം തന്നെ നമ്മുടെ ഉപബോധ മനസ്സിനെ ഉണർത്താൻ കഴിയും. അതേ നിലയിൽ തന്നെ നമ്മുടെ സമ്പദ്ഘടനയിലേക്ക് നമ്മൾ ഉണർത്താൻ കഴിയും. പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാനുള്ള ഉണർവ്, നമുക്ക് തന്നെ ഒരു ഉണർത്തൽ നൽകാനായിട്ട് ഈ പ്രോഡക്റ്റിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. ഇന്ന് ഏറെക്കുറെ എനിക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ സഞ്ചരിക്കുകയും നമ്മുടെ ഉൽപ്പന്നത്തെ കുറിച്ച് പറയുകയും ചെയ്തിട്ട് എനിക്ക് നിരവധി റിസൾട്ടുകൾ ഇന്നുണ്ട്. ഒരു ദിവസം ഒരു റിസൾട്ട് വെച്ച് പറയുന്നതാണല്ലോ അതിനകത്തെ ഉചിതമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു റിസൾട്ട് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ പേര് പത്രോസ് ടി ചാക്കോ, വാളയാർ ആണ് എൻ്റെ സ്ഥലം. താങ്ക് യു ഓൾ ഓഫ് യു. ഗുഡ് നൈറ്റ്. ഞാനിപ്പോൾ 10 മണിക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്നു. താങ്ക് യു പത്രോസ് സാർ പറഞ്ഞതുപോലെ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ലക്ഷക്കണക്കിന് ആളുകൾ ഓൾ ഓവർ ദ ഇന്ത്യ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഒരുത്തർക്കും ഒരു റിസൾട്ട് അല്ലല്ലോ പറയാനുള്ളത്. ഇപ്പം എൻ്റെ ചേച്ചിയുടെ കാര്യം തന്നെ എടുക്കാം. ചേച്ചിക്ക് പിന്നെ എന്താ പറയുക, ന്യൂമറസ് റിസൾട്ട്, ഇഷ്ടംപോലെ റിസൾട്ട് ഉണ്ട്. ചേച്ചിക്കാണ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ചേച്ചിക്കാണ് ഞാൻ ആദ്യം പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കും. ഞാൻ വാങ്ങിയിരുന്നില്ല. ഞാൻ നമ്മുടെ ചന്ദ്രിക മാഡം പറഞ്ഞതുപോലെ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭയങ്കര ഹെൽത്തിയാണ്, എനിക്ക് അസുഖമൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. അപ്പോൾ അസുഖം കാണുന്ന ആൾക്കാർ കാണുന്നില്ല, നമ്മൾ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എൻ്റെ ചേച്ചി ഒരു അസുഖത്തിൻ്റെ ഞാൻ പറയാം, അസുഖത്തിന് കയ്യും കാലും വെച്ച് എങ്ങനെ ഉണ്ടാവും, അതാണ് എൻ്റെ ചേച്ചി. സോ ചേച്ചിക്കാണ് ഞാൻ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തത്. ചേച്ചിയുടെ റിസൾട്ട് പിന്നെ ഗ്രാജുവലി ഓരോരോ റിസൾട്ട് അങ്ങനെ വഴിക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ പ്രൊഡക്റ്റ് എടുക്കുന്നതും എൻ്റെ മോൾക്ക് വാങ്ങിക്കൊടുക്കുന്നതും. സോ ചേച്ചിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1, 2 ഒന്നും പറഞ്ഞാൽ തീരില്ല, കുറേ ഉണ്ട്. അതുപോലെ ഇപ്പം പത്രോസ് സാർ പറഞ്ഞതുപോലെ, പത്രോസ് സാറിന് ഇഷ്ടംപോലെ റിസൾട്ട് ഉണ്ട്. ഇപ്പം തന്നെ ഒരുപാട് റിസൾട്ട് പറഞ്ഞു അല്ലേ. നമുക്കിവിടെ സമയം അതിനൊന്നും പോരാ. ഇപ്പം സമയമായി. നമ്മൾ ഇന്ന് നമ്മളെ അനുവദിച്ച് തന്നിരിക്കുന്ന സമയം ആയി. ഇനി നമുക്ക് റിസൾട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. ആർക്കെങ്കിലും ഒരു ഷെയറും കൂടി ചെയ്യണമെങ്കിൽ
ആരെങ്കിലും മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ലാസ്റ്റായിട്ട് ഒന്ന് വന്ന് പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ ഞാൻ ലാഗ് ചെയ്യാൻ നോക്കുന്നില്ല. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ശരിക്കും ഒന്ന് എനിക്കിത് പറഞ്ഞേ മതിയാവും എന്ന് ആരെങ്കിലും അടങ്ങാതെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വരാം. അല്ലാതെ വെയിറ്റ് ചെയ്യുന്നില്ല ഞാൻ. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. ഓക്കെ, ഗുഡ് ഈവനിങ് മാം. പറഞ്ഞോളൂ. നമുക്കിത് ലാസ്റ്റ് ആണ്, ഇനി ആരും വേണ്ട. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. സുജയുടെ കെയർ ഓഫിലാണ് ഞാനിത് വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ റെഗുലറായിട്ട് പീരീഡ്സ് ആകുന്നില്ലാത്ത പ്രശ്നമായിരുന്നു. അപ്പം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കറക്റ്റായിട്ട് ഡേറ്റിന് മുന്നേ തന്നെ ആകുന്നു. എനിക്ക് ഉറക്കം, ഡാനി സാറിന് ഇങ്ങനെ പറഞ്ഞു, ഉറക്കം ശ്രദ്ധിക്കണം, ഉറക്കം ഒറ്റ സ്ട്രെച്ചിന് ഉറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഉറക്കം ശ്രദ്ധിച്ചത്. ഉറക്കം കറക്റ്റായിട്ട് ഉറക്കം കിടന്നു കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ അലാറിന് എപ്പോഴാണ് അടിക്കുന്നത് അപ്പോഴേ ഉണരുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പം അത് കഴിഞ്ഞ് എനിക്ക് ഇടയ്ക്ക് നടുവേദന വന്നു. അപ്പൊ ഞാൻ വാട്ടർ ഏജൻസിപ്പാട് കെട്ടി നടുവേദന മാറി. അങ്ങനെ കുറെ ഇതൊക്കെ ഞാനിപ്പം ബ്ലൂബെറിയുടെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. എൻ്റെ അമ്മയ്ക്കും വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ യൂസ് ചെയ്യുന്നത്, അമ്മയ്ക്ക് ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു അമ്മ. അമ്മയ്ക്ക് കാലിന് ചെറിയ പ്രശ്നങ്ങൾ, മുട്ടിന് തേയ്മാനം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് മുട്ടുവേദന മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അമ്മ പറയണത് അമ്മ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ബാത്റൂം ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളായിരുന്നു അമ്മയ്ക്ക്. അമ്മ ഇപ്പൊ ഡെയിലി ബാത്റൂമിൽ പോകണ്ട. അത് ഭയങ്കര സന്തോഷം അമ്മയ്ക്ക്. അത് ഭയങ്കര സന്തോഷമാണ് നമ്മ പറഞ്ഞു. അപ്പം ഇത് തന്ന സുജയ്ക്കും ഡാനി സാറ്, യൂനി സാറ്, ഇവർക്കൊക്കെ 1000 നന്ദി. താങ്ക് യു. താങ്ക് യു മാഡം. അനിത മാഡം അല്ലേ? അനിത മാഡത്തിൻ്റെ റിസൾട്ട് അതാണ്. നമ്മുടെ ഈ പീരിയഡ് ഇഷ്യൂസിലുള്ളവർക്കൊക്കെ നമ്മുടെ ബെറി ജ്യൂസ് സജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനും എൻ്റെ മോളൊക്കെ പിന്നെ ബെറി ജ്യൂസ് കഴിക്കുന്നുണ്ട്. ബെറി ജ്യൂസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ അതൊക്കെ കഴിക്കുക. അപ്പം നമ്മൾ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ഐപാഡ് വെറും കണ്ണിൻ്റെ കാഴ്ചശക്തി, നമുക്കിപ്പോൾ ഒരുപാട് കാഴ്ചശക്തി ഇഷ്യൂ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു ദിവസം വന്ന് കാഴ്ചശക്തി കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഉണ്ടായതുപോലെ. അപ്പോൾ ഇതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വെറും കണ്ണിൻ്റെ കാഴ്ചക്ക് മാത്രമല്ല. ഞാനിപ്പോൾ തലവേദന ഒക്കെ അത്യാവശ്യം വരികയാണെങ്കിൽ തന്നെ ഞാൻ ഇതിനെ തിരിച്ചു കെട്ടു. അങ്ങനെ പിന്നെ നമുക്ക് ഈ പല്ലുവേദന ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പല്ലിനൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ചെവിക്കെല്ലാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ബാൻഡ് വാങ്ങി നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ അതുപോലെ മുട്ടിൻ്റെ പാഡ് മുട്ടുവേദന ഉള്ളവർക്ക് സജസ്റ്റ് ചെയ്തോളൂ. കാരണം ഞാനിപ്പോൾ ഒരു 3-4 പേർക്ക് പിന്നെ നീ പാഡ് സജസ്റ്റ് ചെയ്തു. അവർ വാങ്ങി, അവർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. സോ അതൊന്ന് പിന്നെ മുട്ടിൻ്റെ പാഡ് എല്ലാവർക്കും ഒന്ന് സജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ കാലിന് വാട്ടർ എനർജി പാഡ് കെട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഹാർഡ്നെസ് എന്ന്. നമ്മുടെ ഈ മുട്ടിൻ്റെ പാഡൊക്കെ നല്ല സ്പഞ്ചിയാണ്. അതവിടെ മുട്ടിന് കെട്ടി എന്നെ വാങ്ങിക്കൊടുത്ത ആളെ ഞാൻ ലൈവ് കണ്ടിരുന്നു. അവർ കെട്ടി നല്ല എലാസ്റ്റിക്കെല്ലാം നല്ല ടൈറ്റായിട്ട് അവൾ മുട്ടിന് കറക്റ്റ് നിന്നോളൂ. അവർക്ക് നല്ല ആശ്വാസമുണ്ട്. അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടിയ ആളാണ്. സോ മുട്ടിനൊക്കെ സർജറി എല്ലാം പറയുന്ന ആൾക്കാർക്ക് വേഗം ഇത് പറഞ്ഞു കൊടുത്തോളൂ. അവർ ലക്ഷക്കണക്കിന് സർജറി ഒക്കെ പൈസ ചിലവാക്കുന്നത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. സോ ഒരുപാട് സംസാരിച്ച് ഞാൻ വൈകിപ്പിക്കുന്നില്ല. എനിക്കും എൻ്റെ റിസൾട്ടൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഞാനൊരു ആസ്തമ രോഗം മാറിയതാണ്. ആസ്തമ രോഗം മാറിയ ആളാണ്. മൈഗ്രെയിൻ മാറിയ ആളാണ്. കുറേ സ്കിൻ ഇഷ്യൂസ് എൻ്റെ മോൾക്ക് മാറിയതാണ്. പറഞ്ഞാൽ തീരില്ല. സോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വൈൻഡപ്പ് പ്രത്യേക എന്താ പറയുക, ഞാൻ മനോജ് സാറിനെ ഒന്നും ക്ഷണിക്കുന്നില്ല. നമ്മളുടെ രാത്രിയല്ല, എല്ലാവർക്കും ഉറങ്ങണമല്ലോ. കറക്റ്റ് ഉറങ്ങുന്നതാണ് നമ്മൾ പിന്നെ ഫോളോ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് തെറ്റിക്കരുതല്ലോ. നമ്മുടെ സൂം മീറ്റിംഗ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഉറക്കിന് ഇത് പാടില്ല. നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഓൺ ടൈം ഉറങ്ങണം എന്നുള്ളതാണ്. സോ ഞാൻ അധികം വെച്ച് നീട്ടുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പിന്നെ സൂം സെഷൻ വൈൻഡപ്പ് ചെയ്തു. പിന്നെ റിസൾട്ട് ഷെയർ താമസിക്കാതെ എല്ലാവരും വന്ന് ഓടി വന്ന് നല്ല റിസൾട്ട് പറഞ്ഞതിന് എല്ലാവർക്കും ഹാർദവമായി നന്ദി. എന്താ പറയുക, എൻ്റെ ബോട്ടം ഓഫ് ദ ഹാർട്ടിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ആൾ. താങ്ക് യു മാഡം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, all of you. Good night. Yes, good night, sir. Thank you, madam. Thank you all. Thank you all.